ദിക്റിന്റെ മജ്ലിസ് നമ്മുടെ നാട്ടിൽ സാധാരണ സംഘടിപ്പിക്കാറുള്ളത് സുന്നികളാണ് അല്ലേ? ഇപ്പം നേരത്തെ പിന്നെ ഇവിടെ ചോദ്യം ചോദിച്ച നമ്മുടെ ക്രസന്റ് സ്റ്റാർ ക്രസന്റ് അദ്ദേഹം ചോദിച്ചു എൻ്റെ നാട് എവിടെയാണ്. അപ്പോൾ ഏതായാലും പിന്നെ എൻ്റെ നാട് വയനാട് ജില്ലയിലാണ്. ഞങ്ങളുടെ നാട്ടിൽ അതുപോലെ എനിക്ക് കൂടുതൽ പരിചയമുള്ള നാടുകൾ മലപ്പുറം ജില്ലയും കോഴിക്കോട് ജില്ലയൊക്കെയാണ്. ഞങ്ങളുടെ ഈ പ്രദേശത്തൊക്കെ സാധാരണഗതിയിൽ ദിക്ർ മജ്ലിസ് കേൾക്കാറുള്ളത് പിന്നെ സുന്നി പള്ളികളിൽ നിന്നാണ് അല്ലേ? ഇവിടെ ഞാനിങ്ങനെ ചോദിക്കുന്നത്, ഇവിടെ പല നാട്ടുകാരും കൂടിയിട്ടുണ്ടാവും. നിങ്ങളൊക്കെ ആരെങ്കിലും നിങ്ങളുടെ പ്രദേശങ്ങൾ എവിടെയാണെങ്കിലും ശബ്ദം കുറവുണ്ടോ? ഹലോ, ശബ്ദം കുറവുണ്ടോ? ഓക്കെ. നിങ്ങളുടെ നാട് എവിടെയാണെങ്കിലും അവിടെയൊക്കെ പിന്നെ സുന്നത്ത് ജമാഅത്തിന്റെ പള്ളികളിൽ നിന്നല്ലാതെ ദിക്ർ മജ്ലിസുകൾ കേൾക്കാറുണ്ടോ? സുന്നി പള്ളികളിൽ നിന്നല്ലാതെ ദിക്ർ മജ്ലിസുകൾ കേൾക്കാറുണ്ടോ? ഞാൻ ഇതുവരെ എവിടെയും കേട്ടിട്ടില്ല. അപ്പൊ അവര് നമ്മൾ ദിക്റിനെതിരൊന്നല്ല പിന്നെ എന്നൊക്കെ പറയുമെങ്കിലും ഒരു ദിക്റിന്റെ മജ്ലിസും അവർ നടത്തുന്നത് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. മദ്രസ വിടുന്ന സമയത്ത് മദ്രസയിലെ കുട്ടികളോട് ഞാനൊരിക്കൽ മലപ്പുറം ജില്ലയിലെ മോങ്ങം എന്ന സ്ഥലത്ത് അവിടെ മുജാഹിദ് മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളോട് ഞാൻ അന്വേഷിച്ചു, മദ്രസ വിടുമ്പോൾ എന്തെങ്കിലും ഉണ്ടാകലുണ്ടോന്ന്. അപ്പോൾ പറഞ്ഞു, ഒന്നുമില്ല, ബെല്ലടിച്ചാണ്ട് ഓടലാണ് എന്ന് പറഞ്ഞു. അപ്പം നമ്മളൊക്കെ ചെറുപ്പം മുതലേ പിന്നെ എന്താ ചെയ്യാന്ന് വെച്ചാൽ മദ്രസ വിടുമ്പോൾ സ്വലാത്ത് എലീറ്റാ പോവുക അല്ലേ? സ്വലാത്ത് എലീറ്റാളെ നമ്മൾ പോവുക. പക്ഷേ അവിടെ അങ്ങനെ സ്വലാത്തൊന്നുമില്ല, അത് ആണ് മദ്രസ വിടുമ്പോൾ അവിടെ ഓടലാന്നാ പറഞ്ഞു. അപ്പൊ ആ ഒരു സ്വലാത്ത് പോലും, അതുപോലെ ഏതെങ്കിലും നല്ല നല്ല വെള്ളിയാഴ്ച രാവിലെ സ്വലാത്തിന്റെ മജ്ലിസ്, പിന്നെ മറ്റു ചില ഘട്ടങ്ങളിൽ നമ്മുടെ പള്ളികളിലൊക്കെ സംഘടിപ്പിക്കപ്പെടുന്ന ദിക്ർ മജ്ലിസുകൾ, ഇതെല്ലാം സാധാരണഗതിയിൽ നടന്നു വരാറുള്ളത് സുന്നികളുടെ പള്ളികളിലാണ്. പുത്തൻ പ്രസ്ഥാനക്കാരായ ആളുകൾ അതിനെയൊക്കെ എതിർക്കും. എല്ലാ നല്ല കാര്യങ്ങളെയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എതിർക്കുന്ന കൂട്ടത്തിൽ ഈ ദിക്റിന്റെ മജ്ലിസുകളൊക്കെ അവർ എതിർക്കാറാണ് സാധാരണ പതിവ്. അപ്പോൾ ദിക്റിന്റെ മജ്ലിസ് സംഘടിപ്പിക്കുന്നത് എന്തായാലും ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട, സ്വഹീഹായ ഹദീസ് കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ട ഖൈറായ കാര്യമാണ് എന്നതിൽ തർക്കമില്ല. അപ്പോൾ അത് സംഘടിപ്പിക്കാം, അതിലേക്ക് ആളുകളെ ക്ഷണിക്കാം, അവർക്ക് ഭക്ഷണം കൊടുക്കാം, എല്ലാം നല്ലതാണ്. നേരത്തെ KSM ഉസ്താദ് പറഞ്ഞതുപോലെ ആ ഭക്ഷണമൊക്കെ നിയ്യത്താക്കുക, നേർച്ചയാക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ ഒന്ന് ശ്രദ്ധിച്ച് നേർച്ചയാക്കിയാൽ വളരെ നല്ലതാണ്. കാരണം ഒരാളുടെ ഉയരത്തിനനുസരിച്ചും വണ്ണത്തിനനുസരിച്ചൊക്കെ നേർച്ചയാക്കുമ്പോഴേ ചിലപ്പോൾ അതുണ്ടാക്കാനും അളക്കാനൊക്കെ ചില ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു മരണ വാർത്ത ടെക്സ്റ്റ് പലരും അടിച്ച് കാണുന്നുണ്ട്. ഏതെങ്കിലും അഡ്മിന്മാർ ആ പിന്നെ വാർത്ത കൺഫേം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് അറിയിക്കുക കേട്ടോ. അല്ലാതെ എന്താക്കരുത്, പിന്നെ ഇത്തരം പ്രധാനപ്പെട്ട ഒരു വാർത്തയും നമ്മൾ ഷെയർ ചെയ്ത് പോകരുത്. അതൊക്കെ ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് അത് വളരെ ഉത്തരവാദിത്തോടുകൂടി കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ്. അപ്പം അത്തരം വിഷയങ്ങൾ എന്താക്കുക, പിന്നെ കൺഫേം ആയതിൻ്റെ ശേഷം മാത്രം പറയും. ഏതാവട്ടെ, ഇൻഷാ അല്ലാഹ് കേൾവിക്കാരൻ ഉസ്താദിൻ്റെ ഐഡിയ ഒക്കെ കാണുന്നുണ്ട്. ഉസ്താദൊക്കെ ഒന്ന് മൈക്കിലേക്ക് വന്ന് കുറച്ച് പാൽക്കായം കലക്കി പറഞ്ഞാലേ പുറത്ത് വരാനുള്ളതൊക്കെ എന്താവുള്ളൂ, പുറത്തേക്ക് വരുള്ളൂ. ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ശബ്ദം ക്ലിയർ ആണല്ലോ അല്ലേ സുഹൃത്തുക്കളെ? അല്ല, നേരത്തെ ഉസ്താദിൻ്റെ സൗണ്ട് ക്ലിയർ ആണോ എന്ന് ചോദിച്ചിരുന്നത്. അന്ന് ഞാൻ അടിച്ചത് ഉസ്താദിൻ്റെ ശബ്ദം ക്ലിയർ, കാരണം അത് വയനാട്ടിൽ നിന്നുള്ള നെറ്റാന്ന് തോന്നുപോലുമില്ല. കോഴിക്കോടുള്ള സമയത്തായിരുന്നു പിന്നെയും
ഇടക്ക് ഒരു ക്ഷീണം തോന്നിയിരുന്നത്. ഇപ്പൊ നല്ല ക്ലിയർ ആയിട്ടുള്ള സൗണ്ട് തന്നെയാണ് കേൾക്കുന്നത്, അൽഹംദുലില്ലാ. പിന്നെ മരിച്ച റിപ്പോർട്ട് നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ ചിലപ്പോ ജീവിച്ചിരിക്കുന്ന ആളുകളെയും മരിച്ചവരായിട്ടൊക്കെ പ്രചരിപ്പിക്കുന്ന കാലാണല്ലോ. മാത്രല്ല, ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ഉറപ്പായിട്ട് ജീവിച്ചിരിക്കുന്ന ആളെ പേരിൽ മയ്യിത്ത് നിസ്കരിച്ച ആൾക്കാരാണ് നമ്മളെ മുജാഹിദീങ്ങൾ പറഞ്ഞത്. എല്ലാവർക്കും അറിയാലോ. മുജാഹിദീങ്ങൾ സാധാരണഗതിയിൽ മറഞ്ഞ മയ്യത്തിന് പേരിൽ നിസ്കരിക്കാൻ പാടില്ല, അത് വിധേയത്താണെന്നാണ് പറച്ചില്. പക്ഷെ അവരെ നേതാക്കൾ മരിച്ചാൽ എന്ത് ചെയ്യും? അവര് പിന്നെ മറഞ്ഞ മയ്യത്തിനും എന്ത് ചെയ്യും? അവര് നിസ്കരിക്കും. എന്ന് മാത്രമല്ല, നമ്മളെ നാട്ടില് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ജീവിച്ചിരിക്കുന്ന ആളെ പേരിൽ തന്നെ എന്ത് ചെയ്തു? മുജാഹിദ് പള്ളിയിൽ ജുമഅക്ക് ശേഷം അവരുടെ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തന്നെ മയ്യിത്ത് നിസ്കാരം നടത്തി. ഈ മുജാഹിദുകളെ നമ്മളെ നാട്ടിൽ ഈ വഹാബി എന്ന് പറഞ്ഞ മുജാഹിദില്ലേ, അവര് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ പേരിൽ, ആള് മരിച്ചിട്ടില്ല, പള്ളിക്കന്ന്, മനസ്സിലായില്ലേ? അല്ല, തിരുവനങ്ങാടിയിലല്ല, തിരുവനങ്ങാടിക്ക് അടുത്തൊരു സ്ഥലം. പിന്നെ ആണെന്ത് ചെയ്തത്? നടത്തിയത്. അപ്പൊ അതൊക്കെ അവർ ചെയ്യും. അപ്പൊ എന്ന മാതിരി ഏതെങ്കിലും ജീവിച്ചിരിക്കുന്ന അതന്നെ വേങ്ങരക്ക് അടുത്ത സ്ഥലം, പിന്നെ വേങ്ങരക്ക് അടുത്ത സ്ഥലം വലിയോറ, അതന്നെ ബുരിഫേത്ത് ഉസ്താദ് അടിച്ച് വലിയോറയിലാണ്. അവരുടെ ഒരു മുജാഹിദിന്റെ പള്ളിയിൽ, ജുമഅത്ത് പള്ളിയിൽ ജുമഅക്ക് ശേഷം അവര് അനൗൺസ് ചെയ്ത് ഇന്ന ആള് മരണപ്പെട്ടിട്ടുണ്ട്, ആളെ പേരിൽ മയ്യിത്ത് നിസ്കരിക്കുകയാണെന്ന് അറിഞ്ഞ്, എന്നിട്ട് അവരുടെ മുജാഹിദിന്റെ സെക്രട്ടറി തന്നെ ആയ ആള് അടക്കം ആ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ പേരിൽ, അത് ഇവർക്കറിയാം ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന്, മരിച്ചിട്ടില്ല എന്നുള്ളത് അവർക്കറിയാം, അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത്. മനസ്സിലായങ്ങള്? ഞാൻ പറഞ്ഞ ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാകേണ്ട സുഹൃത്തുക്കളെ. ഈ അനൗൺസ് ചെയ്യുന്നവർക്കും നിസ്കരിക്കുന്ന മൗലവിക്കും ഒക്കെ അറിയാം എന്ത്, ഈ ആള് മരിച്ചിട്ടില്ല, ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇവർക്ക് അള്ളാനെ പേടിയുണ്ടോ? നിസ്കാരം കൊണ്ട് കളിക്കണീന് വല്ല ഭയമുണ്ടോ? വെള്ളിയാഴ്ച പള്ളിക്കലാണ് ഇപ്പൊ നടത്തിയത് ഇവര്. മനസ്സിലായോ? ആർക്ക് നിഷേധിക്കുന്നുണ്ടോ? നാനോട്ടൊക്കെ നിഷേധിക്കുന്നുണ്ടോ? നിങ്ങൾ ഉണ്ടെങ്കിൽ മൈക്കിൽ വന്ന് നിഷേധിച്ചോളൂ, തെളിവ് ഞാൻ തരാം. മൈക്കിൽ വന്ന് പറയണമെന്ന് മാത്രം. ഇതിൽ നിന്ന് നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഒരു പള്ളിയിൽ ജുമുഅ നമസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ അനൗൺസ് ചെയ്യാണ്, വിളിച്ചു പറയാണ്, ഇന്ന വ്യക്തി മരണപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പേരിൽ മയ്യിത്ത് നിസ്കരിക്കാൻ പോവാണ്, എല്ലാവരും നിസ്കരിക്കുക. ഇത് വിളിച്ചു പറയുന്നവർക്കും നിസ്കാരത്തിന് നേതൃത്വം നൽകുന്ന മൗലവിക്കും അവിടെയുള്ള മുജാഹിദിന്റെ സെക്രട്ടറിക്കും ഇവർക്ക് നേതാക്കൾക്കൊക്കെ അറിയാം കളവാണിത്, ആള് മരിച്ചിട്ടില്ല. പക്ഷെ അതോടൊപ്പം അവർ മയ്യിത്ത് നിസ്കാരം നിർവഹിച്ചു. ഇത് നിസ്കാരം കൊണ്ട് കളിക്കുന്നതിന് പള്ളിയിൽ വെച്ച് വെള്ളിയാഴ്ച ദിവസം മയ്യിത്ത് നിസ്കാരം പരിഹാസമായി നടത്തുന്ന ഒരു വിഭാഗം, അവർക്ക് അള്ളാഹുവിലുള്ള യഥാർത്ഥ വിശ്വാസമുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല അത്തരം ആളുകൾക്ക് വിശ്വാസമുണ്ട്, അള്ളാഹുവിൽ വിശ്വാസമുണ്ട്. അവർക്ക് മരണാനന്തര ജീവിതത്തിൽ തന്നെ വിശ്വാസമുണ്ടോ? ശരി, നാനോട്ടക്കിന്റെ ഒരു ചോദ്യം ഉണ്ട് ഇപ്പോടെ. നാനോട്ടക്ക് മൈക്കിൽ വന്നോളൂ, നിങ്ങൾ മൈക്കിൽ വന്ന് സംസാരിക്കുന്ന ആളാണല്ലോ. ഒന്ന് മൈക്കിൽ വന്നൂടെ നാനോട്ടൊക്കെ? എന്താണ്? ആയിക്കോട്ടെ, നിങ്ങൾക്ക് ചോദിക്കാം കേട്ടാ. മൂപ്പർക്ക് എന്താണ് വാടാന്നോ എന്താ എനിക്ക് മനസ്സിലായില്ല. ഇത് മറ്റൊന്ന് ഇവിടെ അടുത്ത ദിവസം വന്നതിന് ഒരു ഉമ്മർ മൗലവി എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നീന്.
ആളെ ജ്യേഷ്ഠന് അഞ്ചനറ്റാണോ ഒരു വാടാന്നൊക്കെ അടിക്കുന്നുണ്ടേ? അപ്പൊ വേടാന്നോ? ആയിക്കോട്ടെ, എന്താണെങ്കിലും മൂപ്പര് ചോദിച്ചിങ്ങനെ മൂപ്പരിപ്പോ ടെസ്റ്റിന് ചോദിക്കണ എന്താ പറഞ്ഞാല് അതെങ്ങനെ ഇപ്പൊ ഈ കേൾവിക്കാരറിഞ്ഞു? കേൾവിക്കാരന് വയ്യുണ്ടായിരുന്നോ? വയ്യോ? നിങ്ങൾക്ക് അറിയാം, അതെങ്ങനെ നിങ്ങൾക്കറിയും ഒന്നാണ് വഹ്യോ. അപ്പൊ ഇവരെ വിശ്വാസം എന്താ? മനുഷ്യന്മാരറിയണമൊക്കെ ഇങ്ങനെ വഹ്യോണ്ടേ അറിയുള്ളൂ എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പൊ ഈ നാനോട്ടക്കിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ ഒരു സംഭവം നടന്ന് എന്റെ നാട്ടിന്റെ അടുത്താണ് ഈ സംഭവം നടന്നത്, മനസ്സിലായില്ലേ? അടുത്ത നാട്ടിലാണ്. ആ നാട്ടിൽ അത് നടന്നു എന്നുള്ളത് കേരളത്തിൽ മലയാളം അറിയുന്ന ആൾക്കാർക്കൊക്കെ വായിക്കാൻ പറ്റുന്ന പത്രങ്ങളിൽ തന്നെ റിപ്പോർട്ട് വന്നിട്ടുള്ളതുമാണ്. ആ പത്ര റിപ്പോർട്ട് നമ്മളെ കയ്യിലുണ്ട്. അതാണ് നിഷേധിക്കുകയാണെങ്കിൽ ഞാൻ വായിച്ചു തരാം, ഞാൻ തെളിവ് തരാമെന്ന് പറഞ്ഞത്. അപ്പോ ഈ നാനോടെക് എന്നുള്ള ഐഡിയയിലുള്ള സഹോദരൻ അടിക്കുകയാണ്, കേൾവിക്കാരൻ എങ്ങനെയാ അറിഞ്ഞത്? കേൾവിക്കാരന് വയ്യുണ്ടോ? അപ്പൊ അങ്ങനെ ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ബ്രെയിനും ആ നാനോ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കണത്. ചെറിയതിനാണ് ഈ നാനോ എന്നുള്ള ഉപയോഗിക്കണമെന്നാണ് എനിക്ക് തോന്നണല്ലേ? അങ്ങനെ തന്നെ അല്ലേ സുഹൃത്തുക്കളെ? വലിയ സാധനമൊക്കെ വളരെ ചെറുതാക്കി അവതരിപ്പിക്കുന്ന ഒരു ടെക്നിക്കാണോ ഈ, അല്ലേ? അങ്ങനെ തന്നെ അല്ലേ സുഹൃത്തുക്കളെ? ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളൂ, എനിക്കതിനെ കുറിച്ച് അറിയില്ല. അപ്പൊ ഇവിടെ അത്തരം മേഖലകളിലൊക്കെ നല്ല അറിവുള്ള ആൾക്കാരുള്ളതാണല്ലോ. നാനോ സിമ്മ് എന്നൊക്കെ മാതിരി. അപ്പൊ എന്ന മാതിരി മൂപ്പരെ തലന്റെ ഉള്ളിലുള്ളതും നാനോ ആണ്, അതുകൊണ്ടാണ് അങ്ങനെ എന്നാണ്. ചിന്നത് അല്ലേ? മാഷാ അല്ലാഹ്, ചിന്നത് എന്നാണ് അർത്ഥം. അപ്പോ സാരല്ല. അപ്പൊ മൂപ്പരെ തലന്റെ ഉള്ളിലുള്ളതും ചെറുതാണെന്നുള്ളതാണ്. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല നാനോട്ടക്ക്. അതായത് നിങ്ങള് എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ പൊതുവെ പുത്തനാശയക്കാരായ ആളുകളുണ്ടല്ലോ, മുജാഹിദ് വില്ലാ ഗ്രൂപ്പിന്റെ ഒക്കെ ആളുകളൊക്കെ, അവരുടെയൊക്കെ സ്ഥിതി അങ്ങനെയാണ്. അവരൊക്കെ എന്താണ്? അവരൊക്കെ തലന്റെ ഉള്ളിലുള്ളത് നാനോ തന്നെയാണ്. അതുകൊണ്ടായിരിക്കണം അങ്ങനെ പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ചോദ്യകർത്താക്കൾക്കൊക്കെ വരാം. അതന്നെ നാനോ ബ്രെയിൻ എന്ന് വേണമെങ്കിൽ പറയാം, നമ്മളെ അല്ലൻ സാറ് അടിച്ചതുപോലെ. ഏതായാലും നമ്മളെ സ്റ്റാർ ക്രസന്റ് വീണ്ടും കൈപൊക്കിയിട്ടുണ്ട്. കൊട്ടൂർ ഉസ്താദൊക്കെ ഉള്ളതാണ്, നാട്ടിൽ നിന്നാണ്. അപ്പോൾ വിലപ്പെട്ട ഉസ്താദന്മാരുടെ സമയം നമ്മൾ നഷ്ടപ്പെടുത്തരുത്, അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമുക്കും ഉസ്താദുമാർക്കും ഒക്കെ ഹൈറായിരിക്കണം. അല്ലാഹു തആല നമ്മൾ ഉസ്താദുമാർ പറയുന്നതും നമ്മൾ കേൾക്കുന്നതും പഠിക്കുന്നതും എല്ലാം അവർ പഠിപ്പിച്ചു തരുന്നതുമെല്ലാം നമുക്ക് നാളെ പരലോകത്ത് ആഖിറത്തിൽ ഉപകരിക്കുന്ന ഹൈറായ അമലാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് സ്റ്റാർ ക്രസന്റിന് വേണ്ടി ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പൊ കഴിഞ്ഞ ചോദ്യത്തിന് ഉത്തരം എനിക്ക് വളരെ സന്തോഷമായി. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിലൊക്കെ നടത്തുന്നതാണ്. അപ്പൊ ഇനി വേറെങ്ങും ഇത് നടത്തി കേട്ടിട്ടില്ല. അപ്പൊ ഇനി തെറ്റാണോ എന്നൊരു ഡൗട്ട് വന്നു പോയി. അതെന്തായാലും മാറി കിട്ടി, അൽഹംദുലില്ലാ. വേറൊരു ചോദ്യം, ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഒരു കാര്യമാണ്, വേറെ എങ്ങും കണ്ടിട്ടില്ലാത്ത. ഇങ്ങനെ ഞാൻ ഈ കുറെ മലബാറുകാർ സുഹൃത്തുക്കളുള്ളതുകൊണ്ട് ഇങ്ങനെയൊന്നും അവർക്കൊന്നും അറിയില്ല എന്ന് പറയാം. അതായത് മുഹറത്തിന് ഞങ്ങളുടെ നാട്ടിൽ, അതായത് ഹസൻ റളിയല്ലാഹുവിന്റെ പേരിൽ 2 യാസീൻ ഓതിയിട്ട് അന്ന് മാത്രം ഒരു സ്പെഷ്യൽ കുഴക്കട്ട ഉണ്ടാക്കി ഞങ്ങൾ തന്നെ കഴിക്കുന്ന ഒരു ആചാരമുണ്ട്. അതിലും എന്തെങ്കിലും തെറ്റുണ്ടോ? അത് ഭക്ഷണം കൊടുക്കുന്നതിലും യാസീൻ ഓതുന്നതിലും തെറ്റില്ല എന്ന് മനസ്സിലായി. പക്ഷെ അന്നത്തെ ഒരു ദിവസം പ്രത്യേകിച്ച് വേറെ ആരും ചെയ്യാത്തൊരു കാര്യം നമ്മൾ ചെയ്യുന്നതിൽ തെറ്റുണ്ടോ എന്ന് ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മുഹറത്തിന് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്തിന്റെ ദിവസമാണ് മുഹറം 10. അത് ആ നിലക്ക് ഇത് ആലപ്പുഴയിലാണല്ലോ ഉസ്താദെ, നേരത്തെ പറഞ്ഞു അദ്ദേഹം. ആ നിലക്ക് ആ ഹുസൈൻ റളിയല്ലാഹുവിന്റെ ഷഹാദത്ത്, ഹുസൈൻ റളിയല്ലാഹുവിന്റെ രക്തസാക്ഷിത്വം വഹിച്ച ആ ദിവസം വരുമ്പോൾ സാധാരണ നമ്മൾ മഹാന്മാരുടെ വഫാത്തിന്റെ ദിവസവും അവരുടെ ആണ്ടിന്റെ ദിവസങ്ങളിലൊക്കെ എന്താകലുണ്ട്, അവർക്ക് വേണ്ടി യാസീൻ ഓതി ഹദിയ ചെയ്യാറൊക്കെ ഉണ്ട്. അതുപോലെ ഹദിയ ചെയ്യുന്നതിന് വിരോധമൊന്നുമില്ല. അതിന് കൂടുന്നവർക്ക് മധുരം കൊടുക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ ദിവസം ഇത്തരം ഒരു പരിപാടി ചെയ്യൽ പ്രത്യേകം ശറയിൽ കൽപ്പിക്കപ്പെട്ട സംഗതിയാണെന്നോ
അത് പ്രത്യേകം സുന്നത്തായ ഒരു സംഗതിയാണെന്നോ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യരുത്. മൊത്തത്തിൽ യാസീൻ ഓതലും മഹാന്മാർക്ക് വേണ്ടി ഹദിയ ചെയ്യലും മരണപ്പെട്ടവർക്ക് വേണ്ടി ഹദിയ ചെയ്യലും അവർക്ക് വേണ്ടി ദുആ ചെയ്യലും ഒക്കെ അത് ശറയിൽ അംഗീകരിക്കപ്പെട്ട സംഗതിയാണ്. അത് എപ്പോഴും ചെയ്യാവുന്നതാണ്. അത് അവരുടെ ഷഹാദത്തിൻ്റെയോ വഫാത്തിൻ്റെയോ ഒക്കെ ദിവസം വരുമ്പോൾ നമ്മൾ ആ ദിവസത്തെ അനുസ്മരിക്കുന്നു, അപ്പം നമ്മളത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ ഗണത്തിലാണെങ്കിൽ അതിനും വിരോധമൊന്നുമില്ല. അതേ സമയത്ത് പിന്നെ വേറെ ഏതെങ്കിലും കാഴ്ചപ്പാടുകൾ ഉണ്ടാകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കേട്ടോ. മസ്ബൂത്തിന്റെ കാര്യം ഇപ്പോഴും മസ്ബൂത്തായിട്ടില്ലല്ലോ. മസ്ബൂത്തെ ഇതെങ്ങനെ ചെയ്യാം? നമ്മളെ മസ്ബൂത്ത് ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന് മുകളിലേക്ക് വരാൻ മാത്രമുള്ളൊരു മസ്ബൂത്ത് മുമ്പരായിട്ടില്ല. ഇൻഷാ അല്ലാഹ് കുറച്ചു കാലം ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ ആളൊന്ന് മസ്ബൂത്താകുമെന്ന് നമുക്ക് എന്താക്കാം, പ്രതീക്ഷിക്കാം. ഓക്കെ, ഞാൻ വൈക്കൂട്ടു. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. എനിക്കൊരു ഡൗട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാന് പിന്നെ ഇടക്കിടക്ക് ഈ ക്ലാസ്സിൽ ഇങ്ങനെ വരാറുണ്ട്, ഇരിക്കാറുണ്ട്. അപ്പൊ ഇവിടെ മിക്കവാറും ഈ ചർച്ച സമയങ്ങളിലൊക്കെ ചർച്ച നടക്കാറുള്ളത് പിന്നെ ഈ മഹാന്മാരെ കുറിച്ചിട്ടും അവരോട് പിന്നെ സഹായം ചോദിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ്. അപ്പൊ അതിനെ കുറിച്ചിട്ട് ഇങ്ങനെ ചർച്ചകൾ പലപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷെ ഈ റൂമിൽ പലപ്പോഴും ഈ ദുആ ചെയ്യുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ എപ്പോഴും ഈ പിന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഒരു പിന്നെ സഹായ ചോദ്യമൊന്നും പിന്നെ മഹാന്മാരോട് ചോദിക്കുന്നതായിട്ട് ഈ റൂമിൽ നിന്ന് കേൾക്കുന്നില്ല. പക്ഷെ അതിനു വേണ്ടിയിട്ട് പലപ്പോഴും പിന്നെ സംസാരിക്കുന്ന, വാദിക്കുന്ന, പിന്നെ അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. അത് പിന്നെ ചെയ്യേണ്ടതാണ്, പുണ്യമാണ് എന്നൊക്കെ രൂപത്തിൽ ഇങ്ങനെ പറയുന്നു. അപ്പൊ അതെന്തുകൊണ്ടാണ് അവരോടൊന്നും ഒരു സഹായം ചോദിക്കുക? അത് ഒരു പ്രത്യേക കാര്യങ്ങൾ മാത്രമാണ് ചോദിക്കാൻ പാടുള്ളൂ, അതല്ല പ്രത്യേക സമയത്താണ് ചോദിക്കാൻ പാടുള്ളൂ? ഇവിടെ എപ്പോഴും ഇപ്പോ കേൾക്കാരൻ ഉസ്താദ് ദുആ ചെയ്തപ്പോഴും അള്ളാഹുവിനോടാണ് ദുആ ചെയ്തത്. എപ്പോഴും ഉണ്ടാവാറുണ്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോഴൊന്നും ഞാൻ കേൾക്കാറില്ല. ഈ ഇവിടെ പലരും ദുആ വസിയത്തുമായിട്ടൊക്കെ വരുമ്പോഴൊക്കെ അതിനൊക്കെ ദുആ ചെയ്യുന്നത് അള്ളാഹുവിനോടാണ് ചെയ്യുന്നത്, എന്നാൽ മഹാത്മാക്കളോട് ചോദിക്കണം എന്ന് പറയാറുണ്ട് ഇവിടെ. അത് ഒന്നും കാണാറില്ല. അതെന്തുകൊണ്ടാണ് എന്നാണ് എന്റെ സംശയം. നല്ലൊരു സംശയം. അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് ഉടലെടുത്തൊരു സംശയമാണ്. ഏതായാലും കുറെ ആളുകളുടെ സംശയം നിങ്ങളെപ്പോലുള്ള നല്ല മനസ്സുള്ളവരുടെ സംശയത്തോടെ തീരുമെന്നതിൽ ഞങ്ങൾക്കൊരു സന്തോഷമുണ്ട്. കാരണം വേറെ ചില ആൾക്കാർ ഞങ്ങൾ അള്ളാഹിനോട് ദ്വാരക്കലുണ്ടോ എന്ന് സംശയിച്ച് നടക്കുകയാണ്. വേറെ ചില ആളുകളുടെ പ്രചാരണം ഒക്കെ കേട്ടാൽ എന്താ അറിയോ, സുന്നികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് ദ്വാരക്കലില്ല, ഒരു മഹാന്മാരോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് ആളുകളുടെ ചിന്താഗതിയെ തിരുത്തുന്നതാണ് നിങ്ങളുടെ അനുഭവം. നിങ്ങളിപ്പോൾ എന്താ പറഞ്ഞത്? ദുആ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ക്ലാസ് റൂമിൽ വരാറുണ്ട്, അപ്പോഴൊക്കെ ദുആ ചെയ്യണത് അള്ളാഹുവിനോട് ദ്വാരക്കണം അതെന്ന് കേട്ടിട്ടുള്ളൂ, വേറെ ആരോടും ദ്വാരക്കണത് കേട്ടിട്ടില്ല. അതല്ലേ സുഹൃത്തുക്കൾ പറഞ്ഞ്? നിങ്ങൾ ഇതൊന്ന് സാധിക്കുമെങ്കിൽ ആ മുജാഹിദ് റൂമിലൊക്കെ ഒന്ന് പറഞ്ഞാൽ നല്ലതാ, അല്ലെങ്കിൽ ഏതെങ്കിലും മുജാഹിദ് സുഹൃത്തുക്കളോടൊക്കെ ഒന്ന് പറഞ്ഞാൽ നല്ലതാ. കാരണം ഓര് പറയല് ഞങ്ങൾ അള്ളാഹിനോടല്ല ദ്വാരക്കലും മഹാന്മാരോടാണ്. അപ്പോൾ ഞങ്ങളുടെ കൺസെപ്റ്റ് ദുആ ചെയ്യുന്നത് അള്ളാഹുവിനോട് മാത്രമേ ഞങ്ങൾ ദ്വാരക്കുള്ളൂ. കാരണം ദുആ എന്ന് പറഞ്ഞാൽ കേവലമായ ഒരു തേട്ടത്തിനല്ല. സാധാരണ നമ്മൾ ദുആ അല്ലെങ്കിൽ മലയാളത്തിൽ പ്രാർത്ഥന എന്നൊക്കെ പറയാം. സാധാരണ എങ്ങനെ ഒരു കേവലമായ തേട്ടത്തിനോ അഭ്യർത്ഥനക്കോ ദുആ എന്നോ പ്രാർത്ഥന എന്നോ സാധാരണഗതിയിൽ നമ്മൾ പറയലില്ല. അത് പറയൽ എന്തിനാണെന്നറിയങ്ങൾ? ഒരു അടിമ തൻ്റെ ഉടമയായ അള്ളാഹുവിനോട് ചോദിക്കുക. അപ്പൊ നമ്മൾ ഉടമയായി കാണുന്നത് അള്ളാഹുവിനെയാണ്. അപ്പൊ അള്ളാഹിനോട് ചോദിക്കുന്നതിന് പ്രാർത്ഥന എന്ന് പറയും. അതാണ് ദുആ, അതാണ് ഇബാദത്ത്. അപ്പൊ ദ്വാരക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടിയാൽ അള്ളാഹുവിനോട് തന്നെയാണ് ചോദിക്കുക.
അതേ സമയത്ത് മഹാന്മാരോടുള്ള തേട്ടം അത് ദുആഇന്റെ പരിധിയിൽപ്പെട്ടതല്ല. അതുകൊണ്ടാണ് ദുആ ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിനെ മാത്രം വിളിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞ മനസ്സിലാണ്ടോ? ദുആ ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിനോട് മാത്രമേ ദുആർക്കൂ. ഏത് ദുആ? ദുആ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അദ്ദുആ എന്ന് അറബി പറയും. നമ്മളെ മലയാളത്തിൽ പറയുമ്പോൾ പ്രാർത്ഥന എന്നോ അല്ലെങ്കിൽ നിങ്ങൾ ദുആർക്കണം എന്ന് പറയും, അല്ലെങ്കിൽ ദുആ ചെയ്യണം എന്ന് പറയും. ഈ ദുആ ഇരക്കണമെന്നോ ദുആ ചെയ്യണമെന്നോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതുകൂടെ ഉദ്ദേശിക്കുന്ന ദുആ കേവലമായ അഭ്യർത്ഥനയോ കേവലമായ അപേക്ഷയോ അല്ല. നേരെ മറിച്ച് ഇലാഹായി നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തോടുള്ള തേട്ടമാണ്. അത് അള്ളാഹു മാത്രമേ അങ്ങനെ ഒരു ഇലാഹു നമുക്കുള്ളൂ. അതുകൊണ്ട് ദുആ ചെയ്യുന്നത് അള്ളാഹുവിനോട് മാത്രമേ നടക്കൂ. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? അതേ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഗതി എന്താണ്? അത് ഈ ദുആഇന്റെ പരിധിയിൽ വരാത്ത സഹായാർത്ഥനകളുണ്ട്. അത് അള്ളാഹുവിനോട് മാത്രമല്ല അള്ളാഹുവിന്റെ സൃഷ്ടികളോടും പറ്റും. അള്ളാഹുവിനോട് മാത്രമല്ല അള്ളാഹുവിന്റെ സൃഷ്ടികളോടും പറ്റും. അത് അള്ളാഹുവും അവന്റെ റസൂലും തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ദുആഇന്റെ പരിധിയിൽ വരാത്ത തേട്ടങ്ങൾ അള്ളാഹുവിനോട് അല്ല അള്ളാഹുവിന്റെ സൃഷ്ടികളോട് തന്നെ നമുക്ക് തേടാം. അത് പ്രാർത്ഥനയാകുന്നില്ല, അത് ദുആഇന്റെ പരിധിയിൽപ്പെട്ടതല്ല. അങ്ങനെ ഒരുപാട് സഹായാർത്ഥനകളുണ്ട്. ആ സഹായ തേട്ടങ്ങൾ നമ്മൾ പലരോടും തേടാറുണ്ട്. നിങ്ങൾ ഈ ക്ലാസ് റൂമിൽ വന്നിരിക്കുന്നത് ദുആ ചെയ്യുന്ന സമയത്താണ് എന്ന് പറഞ്ഞു. ദുആ ചെയ്യുന്ന സമയത്ത് ദുആ അള്ളാഹിനോട് മാത്രമേ ഉണ്ടാവുള്ളൂ. അതേ സമയത്ത് ദുആഇന്റെ സമയമല്ലാത്തപ്പോഴോ അല്ലെങ്കിൽ ദുആഇന്റെ ഇടയിലോ ഒക്കെ ആയിട്ട് ചിലപ്പോൾ മഹാന്മാരോട് തേടുന്നതിന് വിരോധമൊന്നുമില്ല. ദുആഇന്റെ സമയമല്ലാത്തപ്പോൾ അങ്ങനെ സാധാരണ തേടാറുമുണ്ട്. അള്ളാഹിനോട് ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വന്നാൽ അപ്പൊ അള്ളാഹിനോട് തേടുന്നതിനല്ലേ കേൾക്കുള്ളൂ. അത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇവിടെ മഹാന്മാരോട് സഹായാർത്ഥന നടത്തുന്നത് ഒരു വലിയ വിഷയമാണ്. അതെങ്ങനെയാ വലിയ വിഷയം? അത് നിങ്ങൾക്കറിയോ? അത് വലിയൊരു വിഷയമാകാനുള്ള കാരണം ലോകത്തെ മുസ്ലിമീങ്ങൾ നിരാക്ഷേപം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയെക്കുറിച്ച് അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ മാത്രം വലിയ കാര്യഗൗരവമുള്ള ഒരു വിഷയമായിട്ടാണ് പുത്തൻ പ്രസ്ഥാനക്കാർ അവതരിപ്പിച്ചത്. അവിടെയാണ് ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമെന്ന് പുറത്തു പോവുക, ശാശ്വതമായി നരകത്തിൽ കഴിയേണ്ടി വരിക, അള്ളാഹുത്താല ഒരിക്കലും പൊറുക്കാത്ത ശിർക്കാകുക എന്ന രീതിയിലാണ് മഹാന്മാരോട് സഹായാർത്ഥന നടത്തുന്നതിനെ പുത്തൻ പ്രസ്ഥാനക്കാർ അവതരിപ്പിച്ചത്. അപ്പോഴാണ് ആ അവതരണം, നിങ്ങൾ നോക്ക്, ഒരു സാധാരണ ചെയ്യാൻ പറ്റിയ ഒരു കാര്യത്തെ ഇസ്ലാം അത് കറാഹത്താന്നല്ല, അത് ഹറാമാന്നല്ല, അത് ചെയ്താൽ ചെറിയ എന്തെങ്കിലും കുറ്റം കിട്ടുന്നല്ല, അത് ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു. മനസ്സിലായോ? അവര് ഇസ്ലാമിൽ നിന്ന് എന്താവും പുറത്തു പോകുന്ന പറയുന്നത്. എന്താണ് ആ പറച്ചില്? അവിടെയാണ് വിഷയത്തിന്റെ ഗൗരവം. മനസ്സിലായോ? അവിടെയാണ് വിഷയത്തിന്റെ ഗൗരവം. അങ്ങനെ വിഷയത്തിന് ഗൗരവം കൂട്ടിയപ്പോ ഒരു സംഗതിയെക്കുറിച്ച് ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട പിന്നെ സഹായം തേടുന്നതിന്റെ വിധി എന്താന്ന് വെച്ചാൽ അത് ഒറ്റയടിക്ക് പറയാനൊന്നും പറ്റൂല കേട്ടോ. നമ്മളിപ്പോ പറഞ്ഞെന്താന്ന് വെച്ചാല് മഹാന്മാരോട് സഹായം തേടുന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന അത്രയും ഗൗരവമുള്ള വിഷയമാണ് എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത സംഗതിയാണ്. അതാണ് നമ്മുടെ ചർച്ചയിൽ നിങ്ങൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതേ സമയത്ത് ദുആ ചെയ്യല് അള്ളാഹുവിനോട് മാത്രമേ പറ്റൂ. സാങ്കേതികമായ ദുആ അള്ളാഹുവിനോട് മാത്രമേ പറ്റൂ. സഹായാർത്ഥനകൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നിന്ന് അള്ളാഹു അനുവദിച്ച ആരോടും നമുക്ക് ചോദിക്കാവുന്നതാണ്, അതിന് വിരോധമില്ല. അതാണ് നമ്മുടെ കൺസെപ്റ്റ്. ഓക്കെ, നിങ്ങൾക്ക് അതിന്റെ വിശദീകരണം അറിയാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ അദ്ദേഹത്തിന് ഇനി ചോദ്യം ഉണ്ടോ? നിങ്ങൾക്ക് ഇനി ചോദ്യം ഉണ്ടോ? ചോദ്യം ഉണ്ടെങ്കിൽ കൈ പൊക്കിക്കോളൂ. ഉസ്താദെ, ഞാൻ കുറെ നേരമായി ഒരു പാർട്ടി കാത്തിരിക്കുന്നുണ്ട്. ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് അവര്. പിന്നെ മൈക്ക് എടുക്കാൻ പറ്റാത്ത ആളാണ്. അപ്പോ അവര് ചോദിച്ചത്, ചെവിയുടെ ഉള്ളിൽ ഓപ്പറേഷൻ ചെയ്തിട്ട് ചെവി പഞ്ഞി കൊണ്ട് മൂടിയിരിക്കുകയാണ്. അപ്പോ ജനാബത്ത് കുളിക്കുന്ന സമയത്ത് പിന്നെ വെള്ളം ചെവിയുടെ ഉള്ളിലേക്ക് കടക്കൂലല്ലോ. അപ്പൊ അതിന് എന്താണ് പ്രതിവിധി? അതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവർ കേട്ടുകൊണ്ടിരിക്കുകയാണെന്നാ പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പോ കയറി മൈക്കെടുത്താണ്. ഇൻഷാ അല്ലാഹ്
താലിബുൽ ഹസൻ എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഉസ്താദ് കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചോദ്യകർത്താക്കൾക്കും മൈക്കിലേക്ക് വരാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുളിക്കുമ്പോൾ ശരീരത്തിന്റെ പുറംഭാഗമാണ് കഴുകേണ്ടത്. ചെവിക്കുഴി പുറംഭാഗം എന്ന പരിധിയിൽ വരും. അതായത് ചെവിയിൽ നമ്മളിങ്ങനെ നോക്കിയാൽ കാണുന്ന ഭാഗം, അതിന്റെ ഉള്ളിലേക്കുള്ള ഭാഗം കഴുകേണ്ട ഭാഗമല്ല. ഈ ചെവിന്റെ പുറത്തേക്ക് കാണുന്ന കുഴിയില്ലേ, അത് മാത്രമേ കഴുകേണ്ടതുള്ളൂ. അപ്പൊ അവിടെ നനക്കാൻ പറ്റാത്ത വിധം ആണെങ്കിലേ ഈ പ്രശ്നം തന്നെ ഉത്ഭവിക്കുന്നുള്ളൂ. അതിന്റെ അപ്പുറത്തേക്കുള്ള സ്ഥലത്താണെങ്കിൽ എന്തില്ല, അവിടെ കഴുകേണ്ട ഭാഗമല്ല. അതുകൊണ്ട് അതിൽ ടെൻഷൻ ആകേണ്ട ഒരു കാര്യമില്ല. കഴുകേണ്ട ഭാഗം എവിടെ എങ്കിലും കഴുകാൻ പറ്റാതെ വന്നാൽ അതിന് പകരം തയമ്മം ചെയ്യേണ്ടതാണ്. മനസ്സിലായോ? കഴുകേണ്ട ഭാഗത്ത് നിങ്ങൾ പറഞ്ഞതുപോലെ നനക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി, അല്ലെങ്കിൽ അവിടെ എന്താക്കി പഞ്ഞി മറ്റൊക്കെ വെച്ചു, അങ്ങനെയൊക്കെ ഉണ്ടായാൽ അങ്ങോട്ട് അത് എടുത്ത് കഴുകാൻ ബുദ്ധിമുട്ടാണ്, അത് പറ്റാത്ത സാഹചര്യമാണ് എങ്കിൽ എന്ത് ചെയ്യണം? അവിടെ കഴുകാൻ വയ്യല്ലോ, അതിന് പകരം തയമ്മം ചെയ്യണം. അപ്പൊ സാധാരണ മറ്റു ഭാഗങ്ങളൊക്കെ ശരിക്ക് കഴുകുക. അങ്ങനെ ജനാബത്ത് ഉയരാനുള്ള നിയ്യത്ത് വെച്ചിട്ട് എന്താക്കുക, കുളിക്കുക. ശുദ്ധിയാക്കാനുള്ള നിയ്യത്ത് വെച്ചിട്ട് കുളിക്കുക. അങ്ങനെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്താക്കുക, അതിന്റെ ശേഷം ഒരു തയമ്മം ചെയ്യുക. അത് തയമ്മം ശേഷമായാലും കുഴപ്പമില്ല, മുമ്പായാലും കുഴപ്പമില്ല. കുളിയുടെ മുമ്പും ചെയ്യാം, ശേഷവും ചെയ്യാം. ഈ ചെവിയുടെ ഭാഗം നനയാത്തത് കൊണ്ട് അതിന് പകരമായി ഒരു തയമ്മം ചെയ്യേണ്ടതാണ് എന്നാണ് അതിന്റെ നിയമം. ഓക്കെ, മൈക്ക് ഫ്രീ. അസ്സലാമു അലൈക്കും. ഉസ്താദേ, ഞാനൊരു സംശയമല്ല, ഒരാൾ പറഞ്ഞ പോലെ ഈ മറഞ്ഞ മയ്യത്ത് നിസ്കരിക്കൽ, അത് സുന്നികൾ നിസ്കരിക്കും, അതല്ലാതെ സുന്നികളായ ഹനഫിക്കാർ മറഞ്ഞ മയ്യത്ത് നിസ്കരിക്കാറില്ല. കാരണം അവർക്ക് മയ്യത്ത് മുന്നിൽ വേണമെന്നുള്ളത് ഷർത്ത് എന്തോ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ തിരുത്തി തരണമെന്ന് അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഹനഫിക്കാരുടെ ആ വിഷയത്തിലുള്ള കാഴ്ചപ്പാട് എന്താണ് എന്ന് എനിക്കറിയില്ല കേട്ടോ. അത് നോക്കി പറയേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഇപ്പോൾ അത് പറയാൻ സാധിക്കൂല. പ്രത്യേകിച്ച് ഞാനിപ്പോഴും പുതിയ സ്ഥലത്തായതുകൊണ്ട് നേരത്തേക്ക് ഇങ്ങനെ നോക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇങ്ങനെ മുന്നിൽ ഒരുക്കി വെക്കലായിരുന്നു. ഇപ്പം അത് നോക്കാനുള്ള സംവിധാനം മുന്നിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അത് പിന്നീട് പരിശോധിച്ച ശേഷം മാത്രമേ പറയാൻ പറ്റൂ. ഓക്കെ, മൈക്കോട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സുഹൃത്തുക്കളെ? ഇൻഷാ അല്ലാഹ് ചർച്ച മുന്നോട്ട് പോകട്ടെ. IMM ഇസ്ലാമിക മീഡിയ മിഷനിൽ ഞാൻ മൈക്ക് ആദ്യമായിട്ടാണ് എടുക്കുന്നത്. ഇതുവരെ എടുത്തിട്ടില്ല. ഒന്നാമത്തത് ഹെഡ്സെറ്റിന് കംപ്ലൈൻ്റ് ആയിരുന്നു. കുറേ കാലം ഹെഡ്സെറ്റ് ഉപയോഗിക്കാത്തതുകൊണ്ട് ഹെഡ്സെറ്റ് വരെ നമ്മോട് പിണങ്ങി കംപ്ലൈൻ്റ് ആയി. ഇപ്പോൾ ഒരു പുതിയ ഹെഡ്സെറ്റ് വാങ്ങി ഇൻഷാ അല്ലാഹ് ഒന്ന് മൈക്ക് എടുത്ത് നോക്കാമെന്ന് കരുതിയതാണ്. ഏതായാലും നേരത്തെ നമ്മുടെ റിസ്വാൻ എന്ന ആൾ ചോദിച്ച ഒരു പ്രാർത്ഥനയെക്കുറിച്ച് ചോദിച്ചപ്പോഴേ എനിക്കൊരു ചോദ്യം കോട്ടൂർസ്ഥാനോട് ചോദിക്കാം എന്നുണ്ടായി. അഥവാ ഇന്നലെ ആ വിഷയം ഉസ്താദ് പറഞ്ഞിരുന്നു. ഉമർ മൗലവിയുടെ മധുഹും മാലയൊക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തിലെ പുത്തനാശയക്കാർ മുഴുവനും വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ദഅ യദ്ഉ ദുആഇ എന്നൊരു പദം, ആ പദം അവർക്ക് ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ മുജാഹിദ് പ്രസ്ഥാനം തന്നെ ഉണ്ടാകില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. ആ പദം ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് ലോക മുസ്ലിങ്ങളെ, സ്വഹാബത്തടക്കം എല്ലാ മുസ്ലിങ്ങളെയും മുശ്രിക്കും കാഫിറുമായിട്ട് മുദ്ര കുത്തുന്നത്.
വിശുദ്ധ ഖുർആനിൽ ദഅ യദ്ഉ ദുആഇ എന്ന പദം ഇമാമുകൾ എങ്ങനെ അത് വിശദീകരിച്ചു എന്നൊന്നും നോക്കാതെ, അഥവാ 5-ാം നൂറ്റാണ്ടിൽ വഫാത്തായ മഹാനായ അബുൽ ഖാസിം അൽ ഖുശൈരി റഹിമഹുല്ലാ തൊട്ട് അവരിൽ നിന്നും മഹാനായ ഹാഫിദുൽ അസ്ർ ഇബ്നു ഹജർ അൽ അസ്ഖലാനി മുതൽ എല്ലാ ഇമാമുകളും വിശുദ്ധ ഖുർആനിൽ ദുആഇ എന്ന പദം ദഅ യദ്ഉ ദുആഇ എന്നത് 10-ലധികം അർത്ഥത്തിന് പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് ഖുർആനിക സൂക്തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാരായ അയിമ്മത്ത് നമ്മെ പഠിപ്പിക്കുമ്പോൾ, മറ്റു ചില ഇമാമുകൾ 10 അല്ല 16-ലധികം അർത്ഥത്തിന് വന്നിട്ടുണ്ട് എന്ന് മഹാനായ ഇമാം ഫൈറുസാബാദിയെ പോലുള്ളവർ പറയുമ്പോൾ, അതൊന്നും നോക്കാതെയും അംഗീകരിക്കാതെയും വെറും ഒരു പ്രാർത്ഥന എന്ന ഒരു അർത്ഥം സങ്കല്പിച്ചുകൊണ്ട് ലോക മുസ്ലിങ്ങളെ മുശ്രിക്കാക്കുന്ന വഹാബി പ്രസ്ഥാനക്കാരും ജമാഅത്തെ ഇസ്ലാമിക്കാരും അവരുടെ വിഷയം വരുമ്പോൾ, അവരുടെ നേതാക്കളുടെ കാര്യം വരുമ്പോൾ ഇന്നലെ പറഞ്ഞതുപോലെ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് നേതാക്കളെ വലുതാക്കുകയും അവർ വിളിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് അവരുടെ ഇരട്ടത്താപ്പും ലോക മുസ്ലിങ്ങളുടെ ചര്യയോടുള്ള ആ പുച്ഛവും നമുക്ക് വ്യക്തമായി കാണുകയാണ്. ഇന്നലെ ഉസ്താദ് പറഞ്ഞതുപോലെ ദുആഇ എന്ന പദം ഇമാമുകൾ പറഞ്ഞതിന് പുറമെ മുജാഹിദ് പ്രസ്ഥാനക്കാർ തന്നെ അവരുടെ ഇസ്തിഗാസ എന്ന പുസ്തകത്തിൽ അവരുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന KP മുഹമ്മദ് ബിൻ അഹമ്മദ് നിരവധി അർത്ഥങ്ങൾക്ക് വിശുദ്ധ ഖുർആനിലുള്ള പ്രാർത്ഥന ദഅ യദ്ഉ എന്ന പദം വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിലും അവരുടെ മദ്രസ പുസ്തകത്തിൽ വരെ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും ദുആഇ എന്ന പദം പ്രാർത്ഥന എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുക എന്നത് അവരുടെ സ്ഥിരം പല്ലവിയായി മാറി. അതോടൊപ്പം ഉസ്താദ് ഇന്നലെ പറഞ്ഞതുപോലെ അവരുടെ മുജാഹിദിന്റെ നേതാക്കളെ കുറിച്ച് അവർ പറയുമ്പോൾ അതൊക്കെ അവർ എന്താക്കുകയാണ്, മറച്ചു വെക്കുകയും അവർ നേതാക്കളെ വലുതാക്കാൻ വേണ്ടി പല മദ്ഹുകളും പറയുകയുമാണ്. ആ കൂട്ടത്തിൽ ഇന്നലെ ഉസ്താദ് പറഞ്ഞ ഒരു മൗലിദ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അത്തൗഹീദ് മാസിക 2004 ജനുവരി ലക്കത്തിൽ അതിന്റെ 40-ാം പേജിൽ പറഞ്ഞ ഒരു വരി ഞാൻ പാടാം. ഉസ്താദിനെ വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. 46-ാം പേജിലാണ്. എന്താണ് പറഞ്ഞത്? ഉമർ വലിയെ വിളിച്ചുകൊണ്ട് സഹായാർത്ഥം നടത്തുകയാണ്. യാമൻ അലൂദു ബിഹി മിനൽ അഹ്വാലി മുതല്ലറിഅൻ അദ്നു മിനൽ ഖഹാരി അന്തല്ലദീ ഔജത്തനി ആവൈതനി തഹ്തൽ മിദല്ലതി ലുഅബത്തൽ അഖ്ദാരി എന്ന് പറഞ്ഞിട്ട് അവർ പാടുന്നു. അദ്ഉക ദഅവത ഹൈരി മുതഹയ്യിരി ഫിൽ കൗനി വൽ മലകൂതി വൽ അദാരി എന്ന് തുടങ്ങി നാം ചെല്ലുന്ന മഹാനായ ബൂസൂരി ഇമാം നമുക്ക് സമർപ്പിച്ചു തന്ന യാ അക്രമ ബൈത്തിനൊക്കെ ഷിർക്ക് ആരോപിക്കുന്ന ആളുകൾ, അതുപോലെ നാം ഇർത്തഖബത്ത് ചെല്ലുന്നത് ഷിർക്കാണ്, അത് റസൂലുള്ളാഹിയോട് നേരിട്ട് ചോദിക്കലാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നവർ അവരുടെ നേതാവ് മൃതി വരിച്ചപ്പോൾ പാടുന്നത് എന്താണ്? യാ മൻ അലൂദു ബിഹി മിനൽ അഹ്വാലി. എന്താ അതിന്റെ അർത്ഥം? ഉസ്താദ് ഇൻഷാ അല്ലാഹ് വ്യക്തമായി വിശദീകരിക്കും. ഓ ഒരുത്തനെ അലൂദു ബിഹി, ആ ഒരുത്തനെ കൊണ്ട് ഞാൻ അഭയം തേടുന്നു, മിനൽ അഹ്വാലി പ്രതിസന്ധിയിൽ നിന്ന് എന്ന് തുടങ്ങി അദ്ദേഹത്തെ കുറിച്ച് വിളിക്കുന്നു. അദ്ഉക, നിന്നോട് ഞാൻ ദുആ ചെയ്യുന്നു, ദഅവത ഹൈരിൻ മുതഹയ്യിരി, ആകെ പരിഭ്രാന്തനായ ഒരാളുടെ ഞാൻ ദുആ ചെയ്യുന്നു എന്ന് തുടങ്ങി അവരുടെ മാസികയിൽ അവർ പഠിപ്പിക്കുകയാണ്. മൗലിദ് ഓതുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദ് മാസിക 2004 ജനുവരി 46-ാം പേജിലാണ് ഈ വരികളുള്ളത്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് അതേക്കുറിച്ച് ഇവരുടെ ഇരട്ടത്താപ്പും ലോക മുസ്ലിങ്ങളെ മുശ്രിക്കാക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആന്റെ ദുർവ്യാഖ്യാനങ്ങളും ഒക്കെ എന്തിനു വേണ്ടിയാണ് അവർ ചെയ്യുന്നത് എന്ന് ഈ ശ്രോതാക്കൾക്കൊന്ന് വ്യക്തമാക്കി കൊടുത്താൽ, അവർ പറയുന്നത് സത്യമാണെങ്കിൽ ഇപ്പോൾ ഈ വിളിയും ഇത് എഴുതിയ ആളും ഇത് പ്രസിദ്ധീകരിച്ചവരും ഇത് വായിച്ചവരെല്ലാവരും മുശ്രിക്കാവേണ്ടതല്ലേ? അല്ല, ഇവർ പറയുന്ന ഈ അദ്ഉക എന്നതിന് അർത്ഥം വേറെ മറ്റൊന്നും എന്തെങ്കിലും ഉണ്ടോ? അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? വല്ലതും ഉസ്താദ് കേട്ടിട്ടുണ്ടോ എന്നും അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കോട്ടൂർ ഉസ്താദ് ഇല്ലേ, ലൈനിലില്ലേ ഉസ്താദ്? പിന്നെ സക്കി ഉസ്താദ് സാധാരണ മൈക്ക് എടുക്കാത്തല്ല, അപ്പൊ സക്കി ഉസ്താദ് മൈക്ക് എടുത്തപ്പോ തുടരാനായിരിക്കും, ചോദ്യകർത്താവാന്ന് ഉസ്താദ് വിചാരിച്ചിട്ടുണ്ടാവൂല. അപ്പൊ ഉസ്താദ് കിട്ടിയ ചാൻസിൽ സക്കി ഉസ്താദ് മൈക്കിലുണ്ടല്ലോ എന്ന് എഴുതിയിട്ട് മാറിയിട്ടുണ്ടാവും, അതാ തോന്നുന്നത്. ഇനി അതോ ഉസ്താദ് ഇനി ആ ഭാഗം നോക്കിയെടുക്കാന്നും അറിയില്ല. എന്തായാലും മൈക്ക് ഫ്രീ ആയപ്പോ ഞാൻ എടുത്തതാണ്. ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ സാന്നിധ്യം അറിയിച്ചാൽ വളരെ ഉപകാരമായിരുന്നു. നേരത്തെ ചോദ്യം ചോദിച്ച ആ കൂട്ടുകാരൻ വീണ്ടും കൈപൊക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒരു കാര്യം നമുക്ക് മനസ്സിലായി, നമ്മുടെ കിതാബുകളും മൗലിദുകളും മാലകളൊക്കെ ഷിർക്കാക്കുന്ന മൗലവിമാർ തന്നെ ഇത് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം ഏതായാലും നമുക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കേൾവിക്കാർ ഉസ്താദിലേക്ക് മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, ഞാൻ ദൂരന്നിങ്ങനെ ലക്കി ഉസ്താദിന്റെ സൗണ്ട് ഇങ്ങനെ കേട്ടിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ അടുത്തേക്ക് വരാതിരുന്നതാണ്, ദൂരെ നിന്നതാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും വരുമ്പോൾ ചിലപ്പോൾ ഉസ്താദ് മൈക്കിട്ടിട്ട് പോകണ്ടെന്നുള്ളല്ലോ. അതുപോലെ തന്നെ ആയിരിക്കും കൂട്ടൂർ ഉസ്താദ് മൈക്കലുണ്ടല്ലോ എന്നുള്ളതൊക്കെ. കാരണം സക്കി ഉസ്താദെന്ന് മൈക്കെടുത്ത് സംസാരിക്കാന്ന് പറഞ്ഞത് അത്യപൂർവമായൊരു ഒരു കാര്യമാണ്. അപ്പൊ ഏതായാലും അൽഹംദുലില്ലാ അല്പസമയം സംസാരിച്ചു എന്നാണ് മനസ്സിലാവുന്നത് അല്ലേ? ഏ പിന്നെ അതിന്റെ ഇടയിൽ ഉസ്താദ് മുജാഹിദിന്റെ ഭാഷയിൽ പറഞ്ഞ പ്രാർത്ഥനയുള്ള യാമൻ അലൂദു ബിഹി അതൊന്ന് ഉസ്താദ് തന്നെ ഒന്ന് ടൈപ്പ് ചെയ്താലേ എല്ലാവർക്കും ഒന്ന് എഴുതിയിരിക്കും ചെയ്യാലോ. അത് ആരുദ്ദേശിച്ചാണ് ഇത് എഴുതിയിരുന്നത്, ആരോടാണ് ഈ പ്രാർത്ഥന പിന്നെ നടത്തിയിരുന്നത് എന്നുള്ളത്. അമ്മർ വലിയവനെ അല്ല നല്ല ആളല്ലേ. സ്വർഗത്തേക്കാണ് പോയില്ല, വായിലടച്ച്. പിന്നെ ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വരുമോ? സത്യുസ്താദ് ഉണ്ടല്ലോ ഇപ്പോ. ജക്കി ഉസ്താദ് മൈക്കിൽ വന്നത് കാരണം സത്യുസ്താദ് എന്ത് ചെയ്തിട്ടുണ്ട്, രംഗത്തുണ്ട്. പിന്നെ അപ്പൊ അതൊന്ന് ആ 4 വരികളൊന്ന് ഉസ്താദ് ഇവിടെ ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മറ്റുള്ളവർക്ക് അത് ഉപകാരമായിരുന്നു, എഴുതിയെടുക്കായിരുന്നു. പിന്നെ മുഹമ്മദ് റിസ്വാൻ അദ്ദേഹം കൈപൊക്കിയിട്ടുണ്ട്, ഞാൻ മൈക്ക് വിട്ടു, അദ്ദേഹം മൈക്ക് എടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. പിന്നെ അതില് വേറൊരാള് ഇവിടെ അടിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ എളാപ്പ പാങ് പള്ളിപ്പറമ്പ് സ്വദേശി ദുആ ചെയ്യുന്നു.
അപ്പൊ മുഹമ്മദ് റിസ്വാൻ ഒന്ന് മൈക്കെടുത്തോളൂ, നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങളെ എന്ത് ചോദ്യമാണ് എന്താണെന്നുള്ള അറിയില്ല. കോട്ടുറുസ്താ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ഫിഖ് ആണെന്നുണ്ടെങ്കിൽ കോട്ടുറുസ്താ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ഞാൻ മൈക്ക് കിട്ടും. മുഹമ്മദ് റിസ്വാൻ, നിങ്ങൾ മൈക്കെടുത്തോളൂ. ഹലോ, അസ്സലാമു അലൈക്കും. മുഹമ്മദ് റിസ്വാൻ കേൾക്കുന്നില്ലേ? ഉസ്താദ് നിങ്ങളോട് മൈക്കെടുക്കാൻ പറഞ്ഞല്ലോ. ഉസ്താദെ, അത് മൗലിദുണ്ട്, അതിൽ നസ്റും നദുമും ഒക്കെ കൂടിയ മൗലിദാണത്. ഇതിൻ്റെ തുടക്കത്തിൽ കുറേ ഇതുണ്ട്, പദ്യവും ഗദ്യവും ഒക്കെ കൂടിയതാണത്. അതിന് 4-5 പേജ് ഉണ്ട് ഫുള്ള്. ആ ഭാഗം മാത്രമാണ് ഇപ്പോൾ അയച്ചത്, ഉസ്താദിനെ അയച്ചത്. ബാക്കി പിന്നെ ഇൻഷാ അല്ലാഹ് അയച്ചു തരാം വന്നേരം. ആ ഭാഗം, ആ ഇസ്തിഖാസൻ്റെ ഭാഗം മാത്രമേ ഉസ്താദ് ഒന്ന് വായിച്ചിട്ടൊന്ന് അതിനെപ്പറ്റി ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. ഇന്നലെ ഉസ്താദ് നമ്മളെ കോട്ടൂർ ഉസ്താദ് ഇന്നലെ കുറച്ച് വിശദീകരിച്ചിട്ടില്ലെങ്കിലും വിഷയങ്ങൾ പറഞ്ഞിരുന്നു. അവരുടെ വൈരുദ്ധ്യങ്ങളും അവരുടെ നേതാക്കളെ കുറിച്ച് പറയുമ്പോൾ അവർ നന്നാക്കി പറയും. ലോക മുസ്ലിങ്ങളെ മുശ്രിക്കാക്കുന്ന സമയത്തും ഇമാമുകളെ മുശ്രിക്കാക്കുന്ന സമയത്തും അവർക്ക് മറ്റൊരു രീതിയായിരിക്കും എന്നൊക്കെ ഇന്നലെ ഉസ്താദ് സൂചിപ്പിച്ചിരുന്നു. അപ്പം ഞാൻ ഇന്നലെ ഇങ്ങനെ നോക്കുമ്പോഴാണ് ഈ കോപ്പി ഇങ്ങനെ കമ്പ്യൂട്ടറിൽ കണ്ടപ്പോഴേ ഒന്ന് വിശദീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടതായിരുന്നു കോട്ടൂർ ഉസ്താദോട്. പക്ഷേ കോട്ടൂർ ഉസ്താദ് ഞാൻ മൈക്കെടുത്ത് കണ്ടായിരുന്നു, ഉസ്താദ് വല്ല വണ്ടി വിട്ടു. ഏതായാലും ഇൻഷാ അല്ലാഹ് ഉസ്താദിനെ മൈക്കെടുത്ത് ഉസ്താദിനെ കോപ്പി അയച്ചിട്ടുണ്ട്. ഉസ്താദ് ഇൻഷാ അല്ലാഹ് അതിനെപ്പറ്റി സംസാരിക്കും. ഞാൻ മൈക്കിൽ ഈശോ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇനിയിപ്പോൾ ഇതായിട്ട് വേണം, ഞാനത് ബൈലക്സ് ഫയലിലെ ഇതിലാണല്ലോ, അതിന് എവിടെ നിന്നുള്ള പോയി തിരഞ്ഞ് ഉണ്ടാക്കിയിട്ട് വേണം എവിടേക്കാ പോയുള്ളത്. ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, എവിടെ ഇനി പോയിന്ന് അറിയില്ല, നോക്കിയെടുത്തിട്ട് വേണം. ഉസ്താദിനൊന്നങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു, അതായിരുന്നു ഏറ്റവും നല്ലത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അടിക്കുറിപ്പൊക്കെ ഞങ്ങൾക്കൊക്കെ അങ്ങനെ ചേർത്ത് കൊടുക്കാമായിരുന്നു. ഏതാണെങ്കിലും മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മഹാന്മാരെ കുറിച്ച് നമ്മൾ പാടുകയോ പറയുകയോ ചെയ്യുന്നതിനെ ഓവർ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവരും അസംഭവ്യമെന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവരും ശിർക്കെന്ന് പറഞ്ഞ് ആരോപിക്കുന്നവരുമെല്ലാം അതേ കാര്യം അവരുടെ നേതാക്കളെ കുറിച്ച്, അവരുടെ മൗലവിമാരെ കുറിച്ച് മുജാഹിദുകൾ പറയുകയും എഴുതുകയും ചെയ്യുന്നുണ്ട്, പദ്യമായും ഗദ്യമായും. അതിന് കുഴപ്പമൊന്നുമില്ല, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോ മുട്ടുമ്പോ അത്തരം കാര്യങ്ങൾ പറയുമ്പോ അവരെന്താ പറയാറ്, അത് ഞങ്ങളൊരു പുണ്യകർമ്മം എന്നുള്ള ആൾക്കൊന്നല്ല ചെയ്യണത്, ഞങ്ങളൊരു കുറുബത്തൊരു പുണ്യകർമ്മം എന്നുള്ള ആൾക്കല്ല ചെയ്യണത്. നേരെ മറിച്ച് സുന്നികൾ എന്ത് ചെയ്യണത്, സുന്നികൾ മഹാന്മാരുടെ പ്രകീർത്തനങ്ങളൊക്കെ നടത്തുന്നത് പുണ്യകർമ്മം എന്നുള്ള ആൾക്കാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. പിന്നെ അവരെന്തിനാ ബൈലക്സ് റിസീവ്ഡ് ഫയൽ ഉണ്ട് അവസ്ഥ? അതെ ഉണ്ട്, അതെ എവിടെ നിന്നുള്ള ഇനി തെരഞ്ഞു നോക്കിയിട്ട് വേണം, തെരഞ്ഞു പോകണം. നഫൽ മണ്ണാർക്കാട് പറഞ്ഞ് ശരിയാണ്, അങ്ങനെ ഉണ്ട്. പിന്നെ അപ്പോ തീർച്ചയായും ഇതിലെന്നല്ല, എല്ലാ വിഷയങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഇരട്ടത്താപ്പ് ഏത് രംഗത്തും കാണാം. അത് ഇൻഷാ അല്ലാഹ് ഓരോന്നായി നമുക്ക് വിശദീകരിക്കാം സമയം പോലെ. പിന്നെ ഇപ്പോ നമ്മുടെ മുഹമ്മദ് റിസ്വാൻ കൈപൊക്കിയിട്ടുണ്ട്, അദ്ദേഹം നേരത്തെ കൈപൊക്കിയിരുന്നു. പിന്നെ വേറെ ഒരു KK അദ്ദേഹം വേല വന്നിട്ടുണ്ട്. ഞാൻ മൈക്കൂട്ടു. അസ്സലാമലൈക്കും. പിന്നെ കേൾക്കണ്ടല്ലോ അല്ലേ? എൻ്റെ നെറ്റ് സ്ലോ ആണ്. കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ. ഓക്കെ. ഞാൻ നേരത്തെ പിന്നെ പറഞ്ഞൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല, ഞാൻ നെറ്റ് സ്ലോ ആയിട്ട്. പിന്നെ അപ്പൊ അവിടെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം പിന്നെ ഞാൻ കേട്ടെടുത്തോളം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പിന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് മാത്രമാണ് ഇവിടെ വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളത് കേൾക്കുന്നത്. അപ്പോൾ എനിക്ക് അവിടെ സംശയം എന്താ വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സമയവും പിന്നെ മഹാന്മാരോട് പ്രാർത്ഥിക്കാൻ അങ്ങനെ ഒരു പ്രത്യേക സമയം, അങ്ങനെ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഷയം എന്തെങ്കിലും ഉണ്ടോ? ഞാനിതുവരെ അങ്ങനെ, നിങ്ങളതിന് ഇങ്ങനെ പറയാറുണ്ട്, അതിനുവേണ്ടി ഇവിടെ വാദങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ
തർക്കങ്ങൾ നടക്കാറുണ്ട്, അതെല്ലാം കേൾക്കാറുണ്ട്. പക്ഷെ ആരും അങ്ങനെ ഒരു പ്രാർത്ഥിക്കുന്നതായിട്ട് അങ്ങനെ കേൾക്കുന്നില്ല. അത് വെറും ഒരു വാദത്തിന് വേണ്ടി പറയൽ മാത്രമേ ഉള്ളൂ. അത് പ്രായോഗിക തലത്തിലൊന്നും കൊണ്ടുവരാറില്ലേ എന്നാണ് എൻ്റെ സംശയം. എനിക്ക് നിങ്ങളുടെ ചോദ്യം മനസ്സിലായില്ലല്ലോ സുഹൃത്തുക്കളെ. നിങ്ങളെ ആർക്കെങ്കിലും മനസ്സിലായോ അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നുള്ളത്? ചോദ്യം ഞാൻ കേട്ടു, പക്ഷെ എനിക്ക് മനസ്സിലായില്ല. മാഷാ അല്ലാഹ്, കോട്ടൂർ ഉസ്താദ് കേട്ടിട്ടുണ്ട്. ഉസ്താദ് മൈക്ക് എടുത്തോളൂ. ഓക്കെ. കോട്ടൂർ ഉസ്താദ് മൈക്കോട്ടെ. നിങ്ങൾ പറഞ്ഞത് കോട്ടൂർ ഉസ്താദ് കേട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത് കേട്ടാ, മുഹമ്മദ് റിസ്വാൻ. അപ്പൊ ഉസ്താദ് മൈക്ക് എടുത്തോട്ടെ, അതിനുശേഷം നിങ്ങൾക്ക് മൈക്ക് എടുക്കാം. ഓക്കെ, ഞാൻ മൈക്ക് വിട്ടു. ഉസ്താദെ, നേരത്തെ ഈ മുഹമ്മദ് റിസ്വാൻ എന്ന സുഹൃത്ത് സമാനമായൊരു ചോദ്യം ചോദിച്ചിരുന്നു. അതിന് മറുപടി ഞാൻ കൊടുത്തു. രണ്ടാമത്തെ ചോദ്യമാണ് അദ്ദേഹം ഇപ്പൊ ചോദിക്കുന്നത്. സുഹൃത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടിരുന്നോ? മുഹമ്മദ് റിസ്വാൻ, ഞാൻ നേരത്തെ പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടിരുന്നു? നിങ്ങൾ ഒന്നാമത്തെ ചോദ്യത്തിന്റെ മറുപടി. അതാണ് പ്രശ്നം. അതെന്താ കുറച്ച് മാത്രം കേട്ടുപോയത്? നെറ്റ് പോയോ? ഓക്കെ. നെറ്റ് സ്ലോ ആയിരുന്നു അല്ലേ? ഇനിയിപ്പോ ഞാൻ പറഞ്ഞാല് നിങ്ങൾ അങ്ങനെ പോവുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് എന്താക്കാം, നെറ്റ് സ്പീഡുള്ളൊരു സമയത്ത് സംസാരിക്കലായിരിക്കും നല്ലത്. മറ്റേത് നിങ്ങൾ ചോദിക്കും, ഞാനിങ്ങനെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉസ്താദുമാരങ്ങനെ പറയും, പക്ഷെ നമ്മളത് കേൾക്കാൻ കഴിയാതെ പ്രയാസപ്പെടുമല്ലോ. അപ്പൊ ആ ചർച്ച ഒരു ഉപകാരമില്ലാതെ പോകും. ചർച്ച ഫലവത്താവൂല. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ചോദ്യം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി എന്ത് നേരത്തെ ഞാൻ പറഞ്ഞത് നിങ്ങൾ മുഴുവൻ കേട്ടിട്ടില്ല. കാരണം നിങ്ങളിപ്പോ ചോദിച്ചാൽ എന്താ, നിങ്ങൾ മഹാന്മാരോട് പ്രാർത്ഥിക്കുന്നതിന് കുറെ തെളിവുകളും വാദങ്ങളൊക്കെ ക്ലാസ് റൂമിൽ അവതരിപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങളെ പ്രാർത്ഥന ഞാൻ പലപ്പോഴും കേട്ടപ്പോൾ അതൊക്കെ അള്ളഹാനോട് മാത്രമേ ഉള്ളൂ, മഹാന്മാരോട് പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടില്ല. അപ്പൊ അള്ളഹാനോട് പ്രാർത്ഥിക്കാൻ ഒരു സമയം, മഹാന്മാരോട് പ്രാർത്ഥിക്കാൻ വേറൊരു സമയമാണോ? അല്ലെങ്കിൽ അള്ളഹാനോട് പ്രാർത്ഥിക്കാൻ ചില വിഷയങ്ങളും മഹാന്മാരോട് പ്രാർത്ഥിക്കാൻ വേറെ ചില വിഷയങ്ങളുമാണോ അല്ലേ? ഇതല്ലേ നിങ്ങൾ ചോദിച്ച് അല്ലേ സുഹൃത്തെ? ഇപ്പൊ ചോദിച്ചതാണല്ലോ. അല്ലേ? അദ്ദേഹം കേൾക്കുന്നുണ്ടോ? മുഹമ്മദ് റിസ്വാൻ, നല്ല ചോദ്യമാണ്. എന്നാ പിന്നെ എ ടി കരീം എന്നത് ഏറ്റെടുക്കുകയാണെങ്കിൽ ഈ മുഹമ്മദ് റിസ്വാൻ നെറ്റ് പ്രശ്നം കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ മൂപ്പർക്ക് ഇടക്കിടെ മൈക്ക് എടുക്കാനും ചോദിക്കാനൊക്കെ ഒരു പ്രയാസം ഉണ്ടാവും. ഏതായാലും എ ടി കരീം ഇതൊരു നല്ല ചോദ്യമാണെന്ന് തിരിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ അതൊന്നുകൊണ്ട് ചോദിച്ച് ചർച്ച ഉഷാറാക്കുകയാണെങ്കിൽ മുഹമ്മദ് റിസ്വാന് പിന്നെ കേട്ടിരിക്കണ പണിയുള്ളൂ. മനസ്സിലായില്ലേ? ആരും ഇപ്പൊ ദയവായിട്ട് PM ചെയ്യാതെ ഒന്ന് സബൂറായി നിൽക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് വിട്ടിട്ട് നിങ്ങൾ PM ചെയ്തോളി കേട്ടോ, യാതൊരു വിരോധവും ഇല്ല. മുഹമ്മദ് റിസ്വാൻ കേൾക്കുന്നുണ്ടോ എന്ന് കൂടി അറിയുന്നില്ല. അദ്ദേഹത്തിന്റെ മറുപടി ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ അതിന് മറുപടിയും പറയണില്ല. അദ്ദേഹം കേൾക്കാറുണ്ടോ ഇല്ലെന്നറിയാതെ അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞതിൽ അർത്ഥമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് എ ടി കരീം ഇത് അവിടെ കേൾക്കുന്നുണ്ട്. എ ടി കരീം ഒന്ന് മൈക്കിൽ വന്നാൽ കൊള്ളാമായിരുന്നു. നല്ല ചോദ്യമാണല്ലോ. അപ്പൊ നിങ്ങള് അത് ചോദിച്ചോളൂ കേട്ടോ, നല്ല ചോദ്യമാണ്. നിങ്ങള് പിന്നെ ഒന്ന് ചോദിച്ചാല് സംഗതി ചർച്ച അങ്ങനെ നടന്നോളും. ആ മുഹമ്മദ് റിസ്വാൻ ആണെങ്കിൽ വലിയ പ്രയാസമില്ലാതെ കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കും. അദ്ദേഹം നെറ്റ് പ്രശ്നമായിട്ട് ഇരിക്കുകയാണ്. ഏതായാലും അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഇപ്പൊ മറുപടി പറയുന്നതിൽ അർത്ഥമല്ല. കാരണം അദ്ദേഹം ആ ചോദ്യത്തിന്റെ മറുപടി കേൾക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തൽക്കാലം ഞാൻ മൈക്ക് വിടുകയാണ്. വേറെ ആരെങ്കിലും ചോദ്യകർത്താക്കളുണ്ടെങ്കിൽ മൈക്കിലേക്ക് വന്നോട്ടെ. ഉസ്താദെ, ഞാൻ നേരത്തെ മൈക്കിലേക്ക് വന്നപ്പോൾ നിങ്ങൾ പോയിന്നതുകൊണ്ട് നിങ്ങൾ ഇന്നലെ അല്പം സൂചിപ്പിച്ചിരുന്നല്ലോ,
മുജാഹിദ് പ്രസ്ഥാനക്കാർ മഹാന്മാരോട് ഇസ്തിഗാസ നടത്തുന്നതും അവരെ വിളിക്കുന്നതൊക്കെ ശിർക്കാക്കി ചിത്രീകരിക്കുകയും മുശ്രിക്കാക്കുകയും ലോക മുസ്ലിങ്ങൾ മുശ്രിക്കാക്കുകയും ചെയ്യുമ്പോൾ അതേ മുജാഹിദുകളും തന്നെ അവരുടെ നേതാക്കളെ കുറിച്ച് മൗലിദും അവരോട് ഇസ്തിഗാസ നടത്തുന്ന വിഷയങ്ങളൊക്കെ ഇന്നലെ പറഞ്ഞിരുന്നു. ആ കൂട്ടത്തിൽ ഉമർ മൗലവിയെ നേരിട്ട് അതൊഴുക്ക എന്ന് തന്നെ പ്രയോഗിച്ച് വിളിച്ച സംഭവ പുസ്തകം പറഞ്ഞിരുന്നു. അപ്പോൾ ആ ബെയ്ത്ത് ചെന്ന നേരത്തെ ഒന്ന് ചൊല്ലിക്കൊണ്ട് അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാൻ വേണ്ടി ഉസ്താദിനെ ഏൽപ്പിക്കാൻ വേണ്ടി മൈക്കെടുത്തതായിരുന്നു. പക്ഷേ ഉസ്താദ് ഞാൻ മൈക്കെടുത്ത് കണ്ടേക്കണം, ഉസ്താദ് അല്ല കട്ടൻ ചാടിക്കാൻ പോയി. അതപ്പോൾ സംഭവിച്ചത്. കേൾവിക്കാർ ഉസ്താദും ദൂരെ നിന്ന് എന്തോ കേട്ടു, ആർക്കും എന്നിട്ട് അവസാനം ഞാൻ തന്നെ കുടുങ്ങി. എന്ത് മറുപടി പറയും, ഞാൻ തന്നെ എന്താ ഇപ്പം എന്നോട് തന്നെ മറുപടി ഞാൻ പറയണ്ടേ കോലം വന്ന്. ഏതായാലും ഇൻഷാ അല്ലാഹ് വിഷയം ഉസ്താദ് ഞാൻ കേൾവിക്കാർ ഉസ്താദിനെ കണ്ട അയച്ചു കൊടുക്കേണ്ടത് ഉസ്താദിൻ്റെ അടുത്തുണ്ടാവുമല്ലോ. യാമൻ അലൂദ് ബിഹി മിനൽ അഹ്വാലി മുതളർരിഅൻ അദ്നു മിനൽ ഖഹാരി അൻതല്ലദീ ഔജതനി വആവൈതനി തഹ്തൽ മിളല്ലദീ ലുഅബത്തുൽ അഖ്ദാരി എന്ന് പറഞ്ഞ അബേത്ത്. എന്നിട്ട് പറയുന്നു അദ്ഉക ദഅവത ഹൈരിൻ മുതഹയ്യിരി ഫിൽ കൗനി വൽ മലകൂതി വൽ അസ്റാരി അല്ലാഹു യജ്മഉനാ ബിജന്നാത്തിൻ ഉലാ യൗമൽ മആദി മുഗഫിറൽ അഅ്ദാരി സല്ലല്ലാഹു അലൻ നബിയിൽ മുസ്തഫ മാദാമത്തിൽ അംവാജു ഫിൽ അബ്ഹാരി എന്ന് തുടങ്ങേണ്ട ആ മൗലിദുണ്ടല്ലോ, അതൊന്ന് ഉസ്താദ് വിശദീകരിച്ചാൽ എ.ടി. കരീമിനൊക്കെ ഒന്ന് ജവാബില്ലല്ലോ. കാരണം അവരുടെ നേതാക്കളെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് അത് എ.ടി. കരീം മൗലായ തുടങ്ങി. അതാണ്ടില്ലേ ഉമർ മൗലവിനെ കുറിച്ചായപ്പോഴും മൗലായ എ.ടി. കരീം തുടങ്ങി. അപ്പോൾ അതൊന്ന് ഉസ്താദ് ഒന്ന് വിശദീകരിച്ചാൽ ഏറ്റവും നന്നായിരുന്നു. ഞാൻ മൈക്കിൾ ഈശ്വരൻ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അതന്നെ ഉമർ മൗല കേട്ടപ്പോ എ.ടി. കരീമൊക്കെ സജീവമായിട്ട് മൗലായൊക്കെ ചെല്ലാൻ തുടങ്ങി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണ് അങ്ങനെ പാടിയതെങ്കിൽ എ.ടി. കരീം ഇങ്ങനെ മിണ്ടാതിരിക്കും, അത് ശിർക്കാണ്, ബിദ്അത്താണെന്നൊക്കെ പറയും. 2004 ജനുവരിയിലെ അത്തൗഹീദ് പേജ് 46 എന്നാണ് സക്കി ഉസ്താദ് ഇപ്പൊ ഈ പാടിയ വരികളുള്ളത്. സക്കി ഉസ്താദ് അതിൻ്റെ ഒരു കോപ്പി എനിക്കൊന്ന് അയച്ചു തരണം കേട്ടോ. ഓക്കെ. അപ്പൊ എന്താ പറഞ്ഞറിയങ്ങള്? എന്താ ഈ പറഞ്ഞത്? അദുഉക എന്ന് പറഞ്ഞിട്ട് ഉമർ മൗലവിനെ വിളിക്കുകയാണ്. അദുഉക നിങ്ങൾ ആലോചിച്ച് നോക്ക്. ദുആ എന്ന പദത്തിൽ നിന്ന് വരുന്ന ഒരു പ്രയോഗമാണ് അദുഉ. അദുഉ നിങ്ങളെ ഞാൻ വിളിച്ചു തേടുന്നു എന്ന് വേണമെങ്കിൽ വഹാബികൾക്ക് ശരിക്കും ഓല അർത്ഥം തന്നെ വെക്കാം. വഹാബികൾ എവിടെ താഴെന്നുണ്ടാലും ഇതിന് അർത്ഥം വെക്കാൻ എന്താ വിളിച്ചു തേടിയെന്നാണ്. അപ്പോ എങ്ങനെ അർത്ഥം വെക്കാം? അദുഉക ഞാൻ നിങ്ങളെ വിളിച്ചു തേടുന്നു. ആരോടാ ഈ പറഞ്ഞത്? ഉമർ മൗലവിനോടെ. മനസ്സിലായോ? യാമൻ അലൂദു ബിഹി മിനൽ അഹ്വാലി മുതളർരിഅൻ അദ്നു മിനൽ ഖഹാരി അൻതല്ലദീ ഔജത്തനി വആവൈതനി തഹത്തൽ മുളില്ലത്തി ലുഅബത്തുൽ അഖ്ദാരി അദ്ഉക ദഅവത ഹൈരിൻ മുതഹയ്യിരിൻ ഫിൽ കൗനി വൽ മലകൂതി വൽ അസ്റാരി. പടച്ചോനെ എന്താ ഈ പറഞ്ഞത്? അദ്ഉക ദഅവത ഹൈരിൻ മുതഹയ്യിരിൻ. വല്ലാത്തൊരു പറച്ചിലാണത്. അതിന് നേരെ അർത്ഥം സാധാരണ മുജാഹിദുകൾ വെക്കുന്ന അർത്ഥത്തിൽ ഒട്ടും വെള്ളം ചേർക്കാതെ ഞാൻ ഇപ്പൊ വെച്ചുതരാം. അദുഉക ഞാൻ നിങ്ങളെ വിളിച്ചു തേടുന്നു. ദഅവത ഹൈരിൻ മുതഹയ്യിരിൻ ബേജാറായവന്റെയും പരിഭ്രമിച്ചവന്റെയും തേട്ടം, വിളിച്ചു തേട്ടം, പ്രാർത്ഥന എന്നൊക്കെ അർത്ഥം വെക്കാം. അപ്പൊ ഈ മൗലവി അത്തൗഹീദിലൂടെ മരിച്ചുപോയ ഉമർ മൗലവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. ഇത് പറയുമ്പോ ചിലപ്പോ മുജാഹിദുകൾ വന്നിട്ട് പറയട്ടോ, അത് എവിടെയുള്ളത്? അത് അത്തൗഹീദിലാ. അത്തൗഹീദിലാ എന്നാ അത് പ്രാർത്ഥനന്റെ വിളിയല്ല കേട്ടോ. അല്ല ഒന്നുകൂടി ചോദിക്കോളൂ. ധാരാ വിളിച്ച്? നിങ്ങളൊരു മൗലവിനെ വിളിച്ചതാരെ? ഉമർ മൗലവിനെ. എന്നിട്ട് അതുണ്ടോ? അതുണ്ട്. എന്നാ പിന്നെ അതിന്റെ അർത്ഥം പ്രാർത്ഥിക്കുക എന്നല്ല കേട്ടോ, അത് സഹായം തേടിയതാണ്, അത് പ്രാർത്ഥിച്ചതല്ല എന്ന് ഇപ്പൊ പറയും മൗലവിമാര് കേട്ടോ. അപ്പൊ ഓഹര സ്വന്തം ആൾക്കാരായി കിട്ടിയാൽ പിന്നെ അതൊക്കെ മാറി, കോലം മാറി.
അതേ സ്ഥാനത്ത് ഉമർ മൗലവിന്റെ സ്ഥാനത്ത് വല്ല മുഹിയുദ്ദീൻ ഷെയ്ഖാണ് വിളിച്ച് തേടിയത് ഏതെങ്കിലും ഒരു സുന്നിയാണെങ്കിലോ എന്നാ പിന്നെ അത് പ്രാർത്ഥന ആകല്ലാതെ യാതൊരു നിവൃത്തിയില്ലതാണ്. ഇതാണ് ഈ മുജാഹിദ് എന്ന് പറയുന്നത്, മനസ്സിലാക്കിക്കോളൂ. എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇന്നൊക്കെ നമ്മൾ പറഞ്ഞതിന്റെ ചുരുക്കം, സ്വന്തം നേതാക്കളെ എത്രയും ഉയർത്താം, അവരോട് എന്തും ചോദിക്കാം, അവരെ എങ്ങനെയും പുകഴ്ത്താം, എങ്ങനെയും പ്രകീർത്തിക്കാം, അതിനൊന്നും ഒരു വിരോധമില്ല. അതേ സമയത്ത് മുസ്ലിമീങ്ങൾ അമ്പിയാക്കന്മാരെ ഔലിയാക്കന്മാരെയൊക്കെ പ്രകീർത്തിക്കുകയോ അവരെ വിളിക്കുകയോ അവരെ വാഴ്ത്തി പറയുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. ഇതാണ് മുജാഹിദ് ആശയത്തിന്റെ ആകെ ചുരുക്കം. അതിന്റെ ഒരുപാട് ഉദാഹരണങ്ങളാണ് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞത്. അൽഹംദുലില്ലാഹ് ഇന്ന് സഖി ഉസ്താദ് ഇവിടെ നമുക്ക് ചൊല്ലിത്തന്ന ബെയ്ത്തുണ്ടല്ലോ, അത്തൗഹീദിന്റെ 46-ാമത്തെ പേജ് 2004 ജനുവരിന്ന്. അത് വല്ലാത്തൊരു സംഗതി തന്നെയാണ്. നമ്മളൊക്കെ പിന്നെ മുജാഹിദുകൾ ഉമർ മൗലവിനെ വിളിച്ച് തേടിയതിനെ നമ്മൾ എന്താക്കണം, അത് പിന്നെ അതിന്റെ വരികളെ നാം മനസ്സിലാക്കി വെക്കേണ്ടതും അത് സർവ്വ മുജാഹിദുകൾക്കും അത് ചൊല്ലിക്കൊടുക്കേണ്ടതുമാണ്. അപ്പൊ ചിലപ്പോൾ അത് ചൊല്ലിക്കൊടുക്കുമ്പോൾ ശിർക്കും തൗഹീദും ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ എ ടി കരീം ചെല്ലിയമാരി മൗലായ അങ്ങനെ ചെല്ലും കണ്ടോ. അപ്പൊ നോക്കി എ ടി കരീമിന് വല്ലതും പറയാനുണ്ടോ, മൈക്കിൽ വരുന്നുണ്ടോ, എന്തെങ്കിലും ഒരു അഭിപ്രായം അതിനെ പറ്റി പറയാനുണ്ടോ? തൗഹീദിൽ അങ്ങനെ വന്നിട്ടില്ലാന്നോ, അല്ലെങ്കിൽ ആ വന്നത് ശിർക്കല്ലാന്നോ, എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? അതൊന്നും പറയാൻ ഇപ്പൊ ഒരു കരീമും ഇല്ല. ഇതാണ് മുജാഹിദുകളുടെ പൊതുവായ അവസ്ഥ. എല്ലാ വിഷയങ്ങളിലും ഇങ്ങനെ തന്നെയാണ്. അതിനാണ് മലയാളത്തിൽ ഇരട്ടത്താപ്പ് എന്ന് പറയാ. ഏതായാലും ഇൻഷാ അല്ലാഹ് മറ്റു ഉസ്താദുമാരൊക്കെ ഉണ്ട്, മൈക്കിലേക്ക് വരും. നമ്മൾ മുസ്തഫ എത്തിക്കണല്ലോ. അല്ലാഹ് മുസ്തഫ എത്തി. കേൾവിക്കാർ ഉസ്താദ് ഇല്ലേ? ഉസ്താദെ കേൾവിക്കാർ ഉസ്താദ് ഇല്ലേ? മുസ്തഫ അതാ വന്നത്. എനിക്ക് ഈ പാതിരാ സമയത്ത് മുസ്തഫാനോടൊന്നും ആവൂല. അതുകൊണ്ടാണ്, മനസ്സിലായില്ലേ? ഈ പാതിരാ സമയം കഴിഞ്ഞാൽ പിന്നെ മുസ്തഫാനോടൊന്നും ഒന്നും പറയാനേ അതിന് എന്നെ കൊണ്ട് കഴിയൂല, അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് കേൾവിക്കാർ ഉസ്താദൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. തൽക്കാലം ഞാൻ മൈക്ക് വിടുന്നു. എല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ ഇതിനിടക്ക് ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ അബുദാബിയിലെ ഒരു സുഹൃത്ത് നമ്മുടെ ക്ലാസ് റൂമിന്റെ ശ്രോതാവാണ്, എല്ലാ വിഷയങ്ങളിലും നമ്മുടെ സഹകാരിയാണ്. അബുദാബിയിലുള്ള നമ്മുടെ നല്ലൊരു പ്രവർത്തകനായ നമ്മുടെ ഒരു സുഹൃത്ത്, അടുത്തൊരു സുഹൃത്ത്, അദ്ദേഹത്തിന് ജോലി സംബന്ധമായി ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഈയിടെയായി അനുഭവപ്പെടുന്നുണ്ട്. അതൊക്കെ ഒന്ന് നീങ്ങി കിട്ടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ നിങ്ങളോട് എല്ലാവരോടും പറയാൻ വേണ്ടി എന്നെ പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ എല്ലാവരോടും പറയുകയാണ്. നിങ്ങളുടെ ദുആയിലൊക്കെ അദ്ദേഹത്തെ ഉൾപ്പെടുത്തണം. അർഹമുർ റഹീമീനായ റബ്ബ് അദ്ദേഹത്തിന്റെ ഈ പ്രശ്നത്തിന് എത്രയും വേഗം റാഹത്തിന്റെ പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ജോലിയിൽ അള്ളാഹു അദ്ദേഹത്തിന് പുരോഗതിയും സ്ഥിരതയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ വിഷമങ്ങളിൽ നിന്നും അദ്ദേഹം പേടിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു തആല അദ്ദേഹത്തിന് സലാമത്ത് നൽകുമാറാകട്ടെ. നിങ്ങൾ എല്ലാ ദുആയിലും ഉൾപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തി തൽക്കാലം മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതായാലും നാട്ടിൽ 1 മണിയായി. അപ്പോൾ സ്വാഭാവികമായി ഉസ്താദിന് ഇതുണ്ടാവും. പിന്നെ അതാണ് വൈകിയ സമയത്ത് പിന്നെ കൂടുതൽ ഉറക്കൊഴിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴേ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുമല്ലോ. അതാണ് ഉസ്താദ് പറഞ്ഞത്. പിന്നെ മുസ്തഫ പിന്നെ അദ്ദേഹത്തിൻ്റെ ടൈം, അദ്ദേഹം ഒരു ഹൗസ് ഡ്രൈവറാണ്, അപ്പോൾ കിട്ടിയ സമയത്ത് വന്നതായിരിക്കും പിന്നെ എന്ന് കരുതുന്നു. ഏതായാലും ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഇനി മൈക്കിൽ തുടരുക എന്നുള്ളത് പ്രയാസമാണ്. 1 മണിയായില്ലേ നാട്ടിൽ? ഇല്ലേ സുഹൃത്തുക്കളെ? നാട്ടിൽ 1 മണിയായില്ലേ? മുസ്തഫാക്ക് പ്രസക്തമായിട്ട് എന്തെങ്കിലും ആശയപരമായുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ചോദിക്കുക. എനിക്ക് അറിയണമാണെങ്കിൽ പറയാം, അറിയാത്തതാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് കോട്ടൂർ ഉസ്താദോ കുമ്മോൾ ഉസ്താദോ അങ്ങനെയുള്ള ഉസ്താദുമാരൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ കുറച്ചുകൂടി നേരത്തെ വന്നാൽ എത്തുകയാണെങ്കിൽ അപ്പോൾ ഉസ്താദുമാർ ആയിട്ട് സംസാരിക്കുകയും ചെയ്യുക, അവർ മറുപടി പറയും എന്നുകൂടി അറിയിക്കുന്നു. ഉസ്താദാക്ക് മൈക്ക് വേണമെങ്കിൽ മൈക്ക് എടുക്കാം, അന്ന് റൈസ് ഹാൻഡ് ചെയ്താൽ മതി.
ഓക്കെ. അസ്സലാമലൈക്കും. ഞാനിപ്പോ ചോദ്യം സഖാവിസ്താനോടല്ല, ആരും ഒന്നും മിണ്ടണില്ല എന്ന് പറഞ്ഞപ്പോ അപ്പൊ ഒന്ന് എടുക്കാന്ന് കരുതിയതാണ്. പിന്നെന്താന്ന് വെച്ചാൽ മുജാഹിദിന്റെ ആദർശങ്ങൾ ഇങ്ങനെ പറയുമ്പോ അതിന് ഉണ്ടെങ്കിൽ പ്രതികരിക്കണം എന്നുള്ള ഒരു രൂപത്തിൽ മൈക്കെടുത്തതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് പറയണം. ഇപ്പൊ പറഞ്ഞ പദ്യത്തിനാണ്. ആ പദ്യത്തിന് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഏത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണെങ്കിൽ പോലും, പിന്നെ ഉമർ മൗലവി എന്നെ മേലല്ലോ, കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് സഹായം ചോദിച്ചാൽ സിറിക്കാണ്. അതാര് ചോദിച്ചാലും സിറിക്ക് തന്നെയാണ് എന്നാണ് മുജാഹിദിന്റെ വാദം. അതിൽ ഞങ്ങൾക്കൊരു മാറ്റമല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. ആര് ചോദിച്ചാലും സിറിക്ക, സഹായം ചോദിച്ചാൽ അത് സിറിക്കാണ് എന്നാണ്. ഇനിയിപ്പോ അതും കൊണ്ട് നടന്നിട്ട് കാര്യമല്ലല്ലോ, അതിനു വേണ്ടിയിട്ടാണ് മൈക്കെടുത്തത്. മൈക്കിറങ്ങി. അത് നല്ല വർത്താനാണ്. അപ്പൊ അത് എഴുതിയ മൗലവിക്കൊന്നുമില്ല, മുസ്തഫാന്റെ വിവരമില്ല, പിന്നെ പ്രസിദ്ധീകരിച്ചവർക്കും ഇല്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം ചോദിച്ചാൽ അതാരോട് ചോദിച്ചാലും അത് ശിർക്കാണ് എന്നാണ് പറഞ്ഞത്. ഇത് മുസ്തഫ നിങ്ങൾ കുറെ കേട്ടു വായിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ 1400 കൊല്ലത്തിന്റെ ഇടക്ക് ലോകത്ത് ഏതെങ്കിലും വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മനസ്സിലാക്കിയിട്ടുള്ള ഒരു പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് മൈക്കെടുത്തോളൂ, പറഞ്ഞോളൂ. എന്താ മുസ്തഫ മൈക്കെടുക്കാത്തത്? മുസ്തഫ പറഞ്ഞ നിങ്ങൾ എല്ലാവരും കേട്ടില്ല സുഹൃത്തുക്കളെ. മുജാഹിദുകൾ വിശ്വസിക്കുന്നത് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമുള്ള കാര്യം. എന്താണ് കാരണം, എന്താണ് കാര്യം, അത് വേറെ ചർച്ച ചെയ്യേണ്ടതാണ്, ആയിക്കോട്ടെ. അങ്ങനെ അപ്പുറത്തുള്ളൊരു കാര്യം അള്ളാഹുവിനോടല്ല മറ്റാരോട്, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണെങ്കിൽ പോലും, അതാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്. മുസ്തഫ പറഞ്ഞ നിങ്ങൾ എല്ലാവരും കേട്ടില്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചാൽ തന്നെ മുശ്രിക്കാവും, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവും, അവൻ ബൗദ്ധൈവ വിശ്വാസിയാവും. പിന്നെണ്ടോ ഉമർ മൗലവി എന്നാണ് മുസ്തഫ പറഞ്ഞത്. അങ്ങനെ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം ഒരു കാര്യം അള്ളാഹു അല്ലാത്തവരോട് ആവശ്യപ്പെട്ടാൽ, ചോദിച്ചാൽ അത് ബൗദ്ധൈവ വിശ്വാസമാണ്, അഥവാ അത് അള്ളാഹുവിനോട് പങ്കു ചേർക്കലാണ് എന്ന് ലോകത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ഏതെങ്കിലും ഒരു മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ഒരു പണ്ഡിതൻ പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയുമോ എന്നാ ചോദിക്കുന്നത്. കഴിയുമെങ്കിൽ മൈക്കെടുത്തോളൂ, ഞാൻ മൈക്ക് വിട്ടു. അത് പണ്ഡിതന്മാര്, അത് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് പിന്നെ ചർച്ച ചെയ്തത് ഞാൻ നിങ്ങൾ പറയാനയക്കുന്നില്ല. പിന്നെ ആവർത്തിച്ചുകൊണ്ട് നമ്മൾ ഒരു വിഷയം ഒരിക്കൽ കൂടുതൽ ചർച്ച ചെയ്യുക എന്നുള്ളതിൽ വലിയ ഇതുമില്ല. പിന്നെന്താന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു ആദർശമുണ്ട്. ആ ആദർശം ഞാൻ തുറന്നു പറഞ്ഞു. പിന്നെ അതിന്റെ പേരിൽ തെറ്റിദ്ധരിപ്പിക്കേണ്ട, അല്ലെങ്കിൽ വികാരം കൊണ്ടിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ ആദർശം ഇന്നതാണ്. ഞങ്ങളുടെ ആദർശം ഞങ്ങളാണല്ലോ പറയേണ്ടത്. ഇന്നതാണ് ഞങ്ങളുടെ ആദർശം. ഇനി അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് വേറെ ചർച്ച ചെയ്യാം, ഇത് നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ. അതെ, അത് ഞാൻ സമ്മതിച്ചു. നിങ്ങൾ ആദർശാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുറിമൗലിമാര്, വിവരമില്ലാത്ത പടുജാഹിലുകളായ മൗലിമാര് കെട്ടിച്ചമച്ചുണ്ടാക്കുന്നതാണ്. വിശുദ്ധ ഖുർആനോ തിരുസുന്നത്തോ പഠിച്ചിട്ടുള്ള പ്രാമാണികനായ ഒരു പണ്ഡിതനും ഇത് പറഞ്ഞിട്ടില്ല. അതിപ്പോ എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ഉണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ധരിക്ക്. ഞാൻ പറഞ്ഞു കേട്ടില്ലേ സുഹൃത്തുക്കളെ? ശ്രദ്ധിക്കണില്ല നിങ്ങള്? അല്ലേ? ഇത് മുമ്പ് ചർച്ച ചെയ്തിരിക്കണമെന്നാ പറഞ്ഞത്. എനിക്ക് ഓർമ്മ ചർച്ച ചെയ്തിട്ടുണ്ടാവുമായിരിക്കും, പക്ഷെ മുമ്പും നിങ്ങൾ പറഞ്ഞിട്ടില്ല, ഇപ്പോഴും പറഞ്ഞിട്ടില്ല.
അപ്പൊ ലോകത്ത് ഇന്നേ വരെ കഴിഞ്ഞു പോയിട്ടുള്ള ഒരൊറ്റ പണ്ഡിതനും മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ആയിരക്കണക്കിന് ഇമാമിയങ്ങൾ അവര് അഖീദയുടെയും ഫിഖ്ഹിന്റെയും അഥവാ ഇസ്ലാമിലെ വിശ്വാസ പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ പിന്നെ അവരുടെ കർമ്മപരമായി ബന്ധപ്പെട്ട വിഷയങ്ങളും എന്താ പറയാ 10,000-കണക്കിന് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. പക്ഷേ ഒരൊറ്റ പണ്ഡിതനും കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ളത് ചോദിക്കൽ അത് ശിർക്കാണ്, ബഹുദൈവ വിശ്വാസിയായി മാറും, അവൻ ഇസ്ലാം എന്ന് പുറത്താണ് എന്ന് ഒരൊറ്റ പണ്ഡിതനും പറഞ്ഞതായിട്ട് ഞാൻ ഇതുവരെ കാത് മുളച്ചതിന് ശേഷം ഞാൻ കേട്ടിട്ടില്ല. നിങ്ങളാരെയും കേട്ടിട്ടുണ്ടോ സുഹൃത്തുക്കളെ? ഇതിലുള്ള ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചാൽ പോലും അത് ശിർക്കാണ് എന്ന ഈ വളരെ പിഴച്ച മുസ്ലിം ലോകത്തെ മുഅ്മിനീങ്ങളെ മുശ്രിക്കാക്കാൻ വേണ്ടി എന്നിട്ട് അവരെ കാഫിറുകളും മുശ്രിക്കുകളുമായി ചിത്രീകരിച്ചിട്ട് അവരെ കൊന്നൊടുക്കുകയും അവരുടെ പെൺമക്കൾ അവരുടെ കുട്ടികളെയും കൊന്നൊടുക്കുകയും അവരുടെ ഭാര്യമാരെ തടവുകാരായി പിടിക്കുകയും അടിമ സ്ത്രീകളാക്കി വെക്കുകയും അവരുടെ മുതൽ കൊള്ള ചെയ്യുകയും ചെയ്ത ഭീകരവാദികളായ വഹാബിസത്തിന്റെ വാദമല്ലാതെ അതിന്റെ മൗലവിമാരല്ലാതെ ലോകത്ത് മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. പിന്നെ വികാരം കൊള്ളുന്ന ഞങ്ങൾ വികാരം കൊള്ളും, സ്വാഭാവികമാണ്. കാരണം നിങ്ങൾ മുശ്രിക്കാക്കുന്നത് ആരെയൊക്കെയാ? അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് അതിൽപ്പെടും. കാരണം സഹാബത്തിന് നിങ്ങളുടെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാര്യവും കാരണവും ബന്ധമൊന്നുമില്ലാത്ത നിലക്ക് തന്നെയാണ് എന്ത് ചെയ്തിരുന്നത്? അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഞങ്ങളോട് എന്ത് ചെയ്തിരുന്നു? ആവശ്യപ്പെട്ടിരുന്നത്. അവർക്കറിയില്ല കാര്യകാരണ ബന്ധം. നിങ്ങൾ പറഞ്ഞേ അവര് കണ്ണ് നഷ്ടപ്പെട്ടപ്പോ നബിയെ എനിക്ക് കണ്ണ് തരണം എന്ന് പറഞ്ഞിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി ഞങ്ങള് ഡോക്ടറാന്നുള്ള നിലക്കല്ല, മനസ്സിലായോ? നബി ഇങ്ങോട്ട് ദ്വാരന്നിട്ടുണ്ട് ഇത് വാങ്ങിത്തരും എന്ന് വിചാരിച്ചിട്ടുമല്ല, പിന്നെ മുഅ്ജിസത്ത് കൊണ്ട് തന്നെ സഹായിക്കുമെന്ന് കരുതിയിട്ട. അതുകൊണ്ടാണ് കണ്ണ് നഷ്ടപ്പെട്ട സ്വഹാബി ചെന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഞങ്ങളെ പടച്ചോനെ ഇതാ അങ്ങനെ കണ്ണ് നഷ്ടപ്പെട്ട ഒരാൾ വന്നിരിക്കണവൻ എൻ്റെ അടുത്ത്, ഈ അവന് കണ്ണ് ശരിയാക്കി കൊടുക്കണേ എന്ന് ദ്വാരക്കല്ല ചെയ്തത്. പിന്നെയോ അവിടുത്തെ കൈകൊണ്ട് അത് അവിടെ വെച്ച് ഉമിനീര് കൊണ്ട് പുരട്ടി കണ്ണ് സുഖമാക്കി കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനത്തെ എത്ര കാര്യങ്ങൾ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്റെ മറവിയെ സംബന്ധിച്ച് പരാതി പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി ഞങ്ങളോട്. നബി എന്താ പറഞ്ഞത്? പടച്ചോനെ അബൂ ഹുറൈറക്ക് നീ മറവില്ലാതാക്കി കൊടുക്കണേന്ന് പറഞ്ഞത് ദ്വാരക്കല്ല ചെയ്തത്. പിന്നെ അവിടുത്തെ മുണ്ട് നിർത്തിപ്പിടിക്കാൻ പറഞ്ഞു. അതിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിങ്ങനെ രണ്ട് കൈ കൊണ്ടും കോരിയിടുന്നത് പോലെ ഇങ്ങനെ ആംഗ്യം കാണിച്ചു. ആ മുണ്ട് കൂട്ടിപ്പിടിക്കാൻ പറഞ്ഞു. പിന്നീട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ട ഒന്നും തന്നെ അപ്പൊ ജീവിച്ചിരുന്ന ശിർക്കാവാ അല്ലേ? മസ്ബൂത്ത് പറഞ്ഞതൊക്കെ ജീവിച്ചിരിക്കുമ്പോഴല്ലേ? ഇവിടെ ജീവിച്ചിരിക്കുക മരിക്കുക എന്നുള്ളത് അള്ളാഹിനോട് പങ്കുചേർക്കുന്നിടത്ത് ജീവിച്ചിരിക്കണോടെ പങ്കുചേർക്കാൻ പറ്റുമോ മസ്ബൂത്തെ? പറ്റുമോ? കാര്യകാരണങ്ങൾക്ക് ഒന്നാമത് ഏതെങ്കിലും കമ്പ്യൂട്ടറിൽ തന്നെ ഞാൻ ഫീഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് തന്നെ ഇസ്ലാമിന്റെ അഖീദയുമായി ബന്ധപ്പെട്ട അഖീദ മാത്രം വിവരിക്കുന്ന ഗ്രന്ഥങ്ങൾ 100 ചില്ലാനം ഗ്രന്ഥങ്ങൾ വിനീതനായ എൻ്റെ അടുത്ത് സ്റ്റോക്കുണ്ട്. മഹാന്മാരായ അയിമത്ത് രചിച്ചിട്ടുള്ളത്
ഒരാളും ഒരെണ്ണത്തിൽ പോലും ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞിട്ടില്ല. ഒരാളും പറഞ്ഞിട്ടില്ല. സക്കി ഉസ്താദൊക്കെ എന്താ പറയുക, ഞങ്ങള് ലൈബ്രറി എന്ന് പറയുന്ന ആളാണ്. സക്കി ഉസ്താദ് എവിടെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ ഈ ആശയം ഏതെങ്കിലും ഒരു ഇമാം എവിടെങ്കിലും രേഖപ്പെടുത്തി ഉസ്താദ് കണ്ടിട്ടുണ്ടോ? ഉസ്താദിന്റെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? സക്കി ഉസ്താദെ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ളത് സൃഷ്ടികളോട് ചോദിക്കുന്നത് ശിർക്കാണ്? ഇല്ല. അതുകൊണ്ട് തന്നെ ഉറപ്പിച്ച് തറപ്പിച്ച് ഞങ്ങൾ പറയുന്നു, കേരളത്തിലെ മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിക്കാരും അവർ പരിചയപ്പെടുത്തുന്ന പഠിപ്പിക്കുന്ന തൗഹീദും ശിർക്കും അത് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിന് പരിചയമുള്ളതല്ല, താബിയുകൾക്ക് പരിചയമുള്ളതല്ല, തമിഴ് താബിയുകൾക്ക് പരിചയമുള്ളതല്ല, ഉത്തമ നൂറ്റാണ്ടിൽ കഴിഞ്ഞു പോയ മഹാന്മാർക്ക് പരിചയമുള്ളതല്ല എന്ന് മാത്രമല്ല, പിന്നെയും 1000 ചില്ലാനം കൊല്ലങ്ങൾ പിന്നിട്ടിട്ടും ഈ കാലയളവിന്റെ ഇടക്കൊന്നും ജീവിച്ചു മരിച്ച ഇസ്ലാമിന്റെ വിശ്വാസവും കർമ്മപരവുമായ വിഷയങ്ങൾ പിൻതലമുറക്ക് മനസ്സിലാക്കാനും പഠിപ്പിക്കാനും വേണ്ടിയിട്ട് ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ച് ഉറക്കമൊഴിച്ച് അവരുടെ ആരോഗ്യത്തെ പോലും പരിഗണിക്കാതെ ഗ്രന്ഥരചന നടത്തി 5 കാശ് പോലും അതിന്റെ പേരിൽ കൈപ്പറ്റാതെ ആർക്കും പ്രസിദ്ധീകരിക്കാനും ആർക്കും പകർപ്പിനും പൊതുവായി എല്ലാ ഉമ്മത്തിനും മുസ്ലിം ഉമ്മത്തിന് ആർക്കും വിട്ടുകൊടുത്തുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞ ആ നിസ്വാർത്ഥരായിരുന്ന മുഖ്ലിസീങ്ങളായിരുന്ന മഹാന്മാരായ ഉലമാ, ഇവരിൽ ഒരാൾ പോലും അങ്ങനെ പറഞ്ഞതായിട്ട് ഇല്ല. വേണ്ട, ഞാൻ മുസ്തഫാക്ക് ഒരു ഓഫറും കൂടെ തരുന്നു. നിങ്ങളെ ആശയത്തിന്റെ അങ്ങേ തല എന്ന് നിങ്ങൾ തന്നെ പരിചയപ്പെടുത്തി, നിങ്ങൾ തന്നെ നിങ്ങളെ മുജാഹിദുകൾ പരിചയപ്പെടുത്തിയിട്ടുള്ള ഇബ്നു തൈമിയ്യയെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എന്റെ ചോദ്യമാണ്. ഇബ്നു തൈമിയ്യയെങ്കിലും കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ളത് ചോദിച്ചാൽ അത് ശിർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാ എന്റെ ചോദ്യം. ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാ. പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇത് ശ്രദ്ധിക്കണം. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. നാം വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടുന്ന വിഷയവുമാണ്. ഇവര് മുസ്ലിം ഉമ്മത്തിനെ, മുസ്ലിമീങ്ങളെ, ലോക മുസ്ലിമീങ്ങളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി സ്വന്തം കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു തിയറിയാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ളത് ചോദിച്ചാൽ അത് മുഹമ്മദ് നബിയോട് ചോദിച്ചാലും ശിർക്കാണ്, അഥവാ ബഹുദൈവ വിശ്വാസമാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് സമന്മാരെയാക്കലാണ്, പങ്കാക്കലാണ്. ഇങ്ങനൊരു വിശ്വാസം, ഇങ്ങനൊരു തിയറി ലോകത്ത് ഏതെങ്കിലും മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതുണ്ടോ, തെളിവുണ്ടോ എന്നാ ചോദ്യം. ഇനി അത് വേണ്ട, ഇനി നിങ്ങളുടെ ആശയത്തിന്റെ അങ്ങേ തല എന്ന് നിങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുള്ള ഇബ്നു തൈമിയ്യയെങ്കിലും ഈ ആശയം തന്റെ ഏതെങ്കിലും ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതുണ്ടോ എന്നാണ് ചോദ്യം. മുസ്തഫാക്ക് മൈക്കെടുക്കാം, എ.ടി. കരീമിന് മൈക്കെടുക്കാം, എന്റെ ശബ്ദം കേൾക്കുന്ന ഏത് മുജാഹിദ് മൗലവിമാർക്കും മൈക്കെടുക്കാം. ഞാൻ മൈക്ക് വിട്ടു. നിങ്ങള് വികാരം കൊള്ളണ്ടേ, അതല്ലെങ്കിൽ നിങ്ങള് ദേഷ്യപ്പെടേണ്ടേ ഒന്നും ആവശ്യമില്ല. കേൾവിഗ്രസ്താവെ, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ അങ്ങേ തല അതാരാ? അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ 23 വർഷ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ ഏതെങ്കിലും ഒരാളോട് ഒരു കണക്ഷനും ഇല്ലാതെ ഒരു സഹായം ചോദിച്ചത് നിങ്ങൾ തെളിയിച്ചാൽ അത് വ്യക്തമായിരിക്കണം. ഇർത്തകബുത്തോണ്ട് ചൊല്ലും മുസ്തഫ STB വെച്ചുകൊണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഞാനത് വിശ്വസിക്കും, ഞാനത് തെളിയിക്കും. അതാണ് ഞങ്ങളുടെ അങ്ങേ തല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞ റസൂലുള്ള ഈ കാരണങ്ങൾക്ക് അടിസ്ഥാനത്തിൽ ചോദിച്ചിട്ടുണ്ട്. അത് ഇബാദത്തല്ലാത്ത ചോദ്യമാണ്.
കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ളത് ചോദിച്ചിട്ടുണ്ട്, അത് ഇബാദത്തുമാണ്. ഇബാദത്തല്ലാത്തതൊന്നും അതിലും കാണിച്ചു തരൂല, ഇത് ഇബാദത്തിലും കാണിച്ചു തരില്ല. ഞങ്ങൾക്ക് വ്യക്തമായ മാനദണ്ഡം ഉണ്ട്. അതിന്റെ പേരിലാണ് ഞങ്ങൾ പറയുന്നത് അള്ളാഹുവിനോട് ചോദിക്കേണ്ടതും മനുഷ്യരോട് ചോദിക്കേണ്ടതും റസൂലുള്ള പഠിപ്പിച്ചു. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഞാൻ അംഗീകരിക്കും. ഞാൻ അങ്ങനെ ഒരു വ്യക്തവാദിയല്ല. ഞാൻ വിളിച്ചു കണ്ട് നിങ്ങൾ പറഞ്ഞ മഹാത്മാക്കളോട് ചോദിക്കുകയും ചെയ്യും. അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ്. മൈക്ക് റിലീസ്. ഞാൻ ചോദിച്ചതിന് മറുപടി ഇല്ല അല്ലേ? ഇത് നിങ്ങളെ തിയറി നിങ്ങൾക്ക് അവിടെ പോക്കറ്റ് വെച്ച് അടക്കാം. മുസ്ലിം ഉമ്മത്തിന് അതിന്റെ ആവശ്യമില്ല. അത് തോട്ടിലേക്ക് വലിച്ചെറിയാം. അതാണ് മനസ്സിലായത്. പിന്നെ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ അങ്ങേ തല എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളാണ്. നിങ്ങളുടെ മുജാഹിദിന്റെ നേതാവായ സക്കരിയ സലായി സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടത് ഉണ്ടോ? ആരുടെയെങ്കിലും കയ്യിലുണ്ടോ? ഒന്ന് തപ്പിയെടുക്കാന് ബഷീർ ഉസ്താദെ. സക്കരിയ സലായി അങ്ങേ തല, ഈ ആശയത്തിന്റെ ഇതിന്റെ അങ്ങേ തല ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മുതൽ ഇങ്ങേ തല നാസിറുദ്ദീൻ അൽബാനി എന്ന് പറയുന്ന ആ പ്രസംഗം ഒന്ന് തെരഞ്ഞെടുക്കാൻ പറ്റുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തെരഞ്ഞെടുക്കുക. നിങ്ങളുടെ ഈ പിഴച്ച ആശയത്തിന്റെ അങ്ങേ തല ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുള്ളതും അറിയുന്നവരുമായ എല്ലാവരും സമ്മതിക്കുന്നതും അംഗീകരിക്കുന്നതുമാണ് അത് ഇബ്നു തൈമിയ്യാണെന്ന്. അത് മാത്രമല്ല മുജാഹിദ് നേതാവായ സക്കരിയ സലായി തന്നെ അത് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഉണ്ടോ? കാണണ്ട? എന്താണ് വേറെ ആരെങ്കിലും മൈക്കെടുത്തോളൂ എന്ന് പറഞ്ഞത്? മനസ്സിലായില്ല. എന്താ മുസ്തഫ വേറെ ആരെങ്കിലും മൈക്കെടുത്തോളൂ എന്ന് പറയുന്നത്? അപ്പോ നിങ്ങളുടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അങ്ങേ തല പിന്നെ ഇബ്നു തൈമിയ്യയാണ് എന്ന് ആരും കേൾക്കണില്ലേ സുഹൃത്തുക്കളെ? നമ്മളെ പ്രവർത്തകരാണ്. അല്ല, ചോദ്യകർത്താക്കൾക്ക് വേറെ കൊടുക്കണ പരിപാടി ഇല്ല. ഇപ്പൊ നിങ്ങൾ മറുപടി പറയേണ്ടതാണ്. ഞാൻ ചോദിച്ചത് റസൂലുള്ള എങ്ങനെ ചോദിച്ചു എന്നും എങ്ങനെ ഏത് രൂപത്തിലുള്ളത് ചോദിച്ചു എന്നും ഏതൊക്കെ ചോദിക്കാൻ പാടില്ല, ഇതൊക്കെ നിങ്ങളെക്കാളും നിങ്ങളെ മുർച്ചുത്തി മൗലവിമാരെക്കാളും വിവരമുള്ളവരാണല്ലോ ഈ കഴിഞ്ഞു പോയ ഇമാമിങ്ങളൊക്കെ. അതുകൊണ്ടാ ചോദിക്കണത്. ഇങ്ങനൊരു തിയറി, ഇങ്ങനൊരാശയം, ശിർക്ക് തൗഹീദ് വേർതിരിക്കാൻ ഇങ്ങനൊരു മാനദണ്ഡം ലോകത്ത് ഏത് പണ്ഡിതനാണ് വെച്ചത്? ഏത് പണ്ഡിതനാ രേഖപ്പെടുത്തിയിട്ടുള്ളത്? അതാ ഞങ്ങൾ ചോദിക്കണത്. അതിന് നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയുന്നില്ല. ഒരൊറ്റ വഹാബിക്ക് ഉത്തരം പറയാൻ കഴിയില്ല. കാരണം എന്താ? സ്വന്തം കെട്ടി ചമച്ചുണ്ടാക്കിയാണ്. നിങ്ങൾ സ്വന്തം കെട്ടി ചമച്ചുണ്ടാക്കി നിങ്ങൾ കൊണ്ടു നടന്നോളി. അത് മുസ്ലിം ഉമ്മത്തിന് വേണ്ട, തോട്ടിലേക്ക് വലിച്ചെറി. മനസ്സിലായോ? അതാണ് ഞങ്ങൾക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ശ്രോതാക്കൾക്ക് കാര്യം മനസ്സിലാകുന്നുണ്ടാ? ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇവരും നമ്മളെ മുഅ്മിനീങ്ങളെ മുസ്ലിമീങ്ങളെ മുശ്രിക്കുകളാണ്, കാഫിറുകളാണ് എന്ന് ചിത്രീകരിക്കാൻ വേണ്ടി ഇവരുണ്ടാക്കിയൊരു തിയറി സ്വന്തം. ആര്? ഈ കേരളത്തിലെ മുറിച്ചുത്തി മൗലവിമാരായ മുജാഹിദ് മൗലവിമാരുണ്ടാക്കിയ ഒരു തിയറിയാണ് എന്ത്? കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ളത് അല്ലാത്തവരോട് ചോദിച്ചാൽ അത് ശിർക്കാണ്. കണ്ടോ? ഇപ്പൊ അതിന്റെ പേരിലാണ് എന്ത് ചെയ്യണത്? മുറി മൗലവിമാര് അതിനെ മുറിച്ചുത്തി മൗലവിമാര് എന്ന് പറയുന്നത് അത് മറ്റൊരു ലഹജയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഞങ്ങള് എല്ലാ മൗലവിമാരോടും മുസ്തഫാടും ഇപ്പോഴുള്ള ഈ കേൾക്കുന്നവരുമായ എല്ലാവരോടും ഞങ്ങൾ ചോദിക്കുന്നു, എന്ത്? ഇതാരാ പറഞ്ഞത്? കാരണം ഇസ്ലാമും ഇസ്ലാമിലെ വിശ്വാസ പ്രമാണങ്ങളും ശിർക്കും തൗഹീദും ഒക്കെ മുടിനാരിഴവ് വേർതിരിച്ച് അത് ചർച്ച ചെയ്യുകയും അത് വിശകലനം ചെയ്യുകയും അതിനുവേണ്ടി ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ രചിക്കുകയും ചെയ്തിട്ടുള്ള
പതിനായിരക്കണക്കിന് ഇമാമിയങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ. ഇവരിൽ ആരെങ്കിലും ഒരാൾ ഇങ്ങനൊരു തിയറി ശിർക്കും തൗഹീദും വേർതിരിക്കാൻ ഒരു മാനദണ്ഡം പറഞ്ഞതായിട്ടുണ്ടോന്നാ മുസ്തഫ ചോദിക്കണ. ഉണ്ടെങ്കിൽ ഉണ്ട് എന്നറി, ഇല്ലെങ്കിൽ ഇല്ലാന്നറി. ഇല്ലെങ്കിൽ പറ, അവരൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഞങ്ങൾ ഇതപ്പ പറയണോ. നിങ്ങൾ പറയണമെന്നില്ല, നിങ്ങൾ പറയാതെ തന്നെ അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇല്ലേ സുഹൃത്തുക്കളെ? ശ്രോതാക്കൾക്ക് മനസ്സിലാവുന്നുണ്ടാ? എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാ? ഇത് എന്റെ ശബ്ദം കേൾക്കുന്ന സാധാരണക്കാർ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. ആണോ? ഇങ്ങനൊരു തിയറി കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ളത് സൃഷ്ടികളോട് ചോദിച്ചാൽ അത് ശിർക്കാണ്. ആര് പറഞ്ഞോ എന്നാണ് ഏത് മൗലവിയോടും ചോദിക്കാനുള്ളത്. ആര് പറഞ്ഞത്? എവിടുന്ന് കിട്ടിയത്? അല്ല, അത് ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ചെയ്തതും പറഞ്ഞൊക്കെ നിങ്ങളാര്? നിങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞതും ചെയ്തതും ഒക്കെ പഠിച്ചിട്ടും കണ്ടിട്ടും അതൊക്കെ കണ്ടവരും പഠിച്ചവരും സ്വഹാബത്താ. ആ സ്വഹാബത്തിനെ കണ്ടവരും പഠിച്ചവരൊക്കെ താബിയുകളാ, തബഉ താബിയുകളും പിന്നെ അതിനെ തുടർന്ന് വന്നവരൊക്കെ, അത് വിശകലനം ചെയ്തവരും പഠിച്ചവരൊക്കെ ഇമാമിയങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളൊക്കെ ഒരുപാട് അവർ വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക്, എവിടെയാ ശിർക്ക് വരിക, എങ്ങനെയാ ശിർക്ക് വരിക, ശിർക്കുൽ അസ്ഗർ എന്ത്, ശിർക്കുൽ അക്ബർ എന്ത്, ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നും രണ്ടൊന്നല്ല, ആയിരക്കണക്കിന്. പക്ഷേ ഒരൊറ്റ പണ്ഡിതനും മുസ്ലിം ലോകത്ത് മാഷാ അല്ലാഹ് കോട്ടൂർ ഉസ്താദ് സമയം വൈകിയെങ്കിലും ഉസ്താദ് കേട്ടപ്പോ അതിനെ കുറിച്ച് പ്രതികരിക്കണം എന്ന് ഉസ്താദിന് തോന്നിയിട്ടുണ്ടോ? ആ ക്ലിപ്പ് മാഷാ അല്ലാഹ്. ഇതാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ, സുഹൃത്തുക്കൾ, ഇപ്പൊ നമ്മളെ റൂമിലുള്ള പ്രവർത്തകര് മനസ്സിലാക്കണം. ഞാൻ സക്കരിയയുടെ ക്ലിപ്പ് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആരും അതിന് മുന്നോട്ട് വന്നില്ല. ഇപ്പൊ ഉസ്താദ് തന്നെ തെരഞ്ഞെടുത്ത് ഈ നാട്ടിൽ 1 മണി 1:45 സമയത്ത് 1:30 സമയത്ത് ഉസ്താദാണിപ്പോ ആ ക്ലിപ്പ് സക്കരിയയുടെ പ്രസംഗം കേൾപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. ഉസ്താദ് സ്റ്റീരിയോ മിക്സിൽ ഇട്ടിട്ടില്ലെന്ന് അറിയില്ല ഉസ്താദ് എങ്ങനെയാ റെക്കോർഡ് വെച്ചതെന്ന് അറിയില്ല. തീരെ ശബ്ദമില്ല, ഒരു ചെറിയൊരു ചിലമ്പൽ മാത്രമേ ഉള്ളായിരുന്നു. ഏതായാലും ഉസ്താദ് ക്ലിയർ ആക്കി ആർക്കെങ്കിലും കൊടുത്താൽ മതി. ക്ലിയർ ആക്കി ഉസ്താദ് വിട്ടോ. ഓക്കെ. അങ്ങേ തല മുതൽ ഇബ്നു തൈമിയ മുതൽ ഇപ്പൊ അടുത്ത് മരിച്ച നാസിറുദ്ദീൻ അൽബാനി വരെ കേരളത്തിലുണ്ടായിരുന്ന കെ.എം. മൗലവി മുതൽ കെ.പി. മുഹമ്മദ് അലി ഉമർ മോലി വരെ സലഫി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് മനസ്സിലായില്ലേ? അങ്ങേ തല മുതൽ ഇബ്നു തൈമിയ മുതൽ ഇപ്പൊ അടുത്ത് മരിച്ച നാസിറുദ്ദീൻ അൽബാനി വരെ കേരളത്തിലുണ്ടായിരുന്ന കെ.എം. മൗലവി മുതൽ കെ.പി. മുഹമ്മദ് അലി ഉമർ മോലി വരെ സലഫി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് മനസ്സിലായില്ലേ? അങ്ങേ തല മുതൽ ഇബ്നു തൈമിയ മുതൽ ഇപ്പൊ അടുത്ത് മരിച്ച നാസിറുദ്ദീൻ അൽബാനി വരെ കേരളത്തിലുണ്ടായിരുന്ന കെ.എം. മൗലവി മുതൽ കെ.പി. മുഹമ്മദ് അലി ഉമർ മോലി വരെ. ഏതായാലും മുസ്തഫ കേട്ടല്ലോ. ഇൻഷാ അല്ലാഹ് കേൾവിക്കാർ ഉസ്താദ് മൈക്കിലേക്ക് വരുന്നതിന് മുമ്പ് ചിലപ്പോൾ മുസ്തഫ പറയും
അത് സക്കരിയ സലാഹിന്റെ അഭിപ്രായമല്ലേ എന്ന് പറയും. എന്നാൽ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് ആമുഖമെന്ന ഔദ്യോഗിക പുസ്തകം 1.25 പുസ്തകം മുജാഹിദ് സെന്റർ കോഴിക്കോട് നിറക്കിയ പുസ്തകത്തിൽ ഇബ്നു തൈമിയയെ കുറിച്ച് പറഞ്ഞതും കൂടി വായിക്കുമ്പോൾ രണ്ടും കൂടി അത് സ്ഥാനം വിശദീകരിക്കാം. കേട്ടോളൂ. 9-ാം പേജ് പറയുന്നു: ചിന്താപരമായ മറവിപ്പും ഖുർആാനും ഹദീസും വിട്ടു ഫിഖ്ഹ് ഗ്രന്ഥങ്ങൾ ആശ്രയിക്കുന്ന സമ്പ്രദായം തുടർന്നുകൊണ്ടിരിക്കെ ക്രിസ്താബ്ദം 14-ാം നൂറ്റാണ്ട് മുതൽ ഇതിനെതിരിലുള്ള നീക്കം ആരംഭിച്ചു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഇതിന് തുടക്കം കുറിച്ചത് ഹിജ്റ 661 ഭൂജാതനായ പ്രശസ്ത പണ്ഡിതനും ചിന്താമണ്ഡലത്തിൽ വമ്പിച്ച് കോളിളക്കം സൃഷ്ടിച്ച വിപ്ലവ നായകനുമായ ഇബ്നു തൈമിയ്യ ആണ്. ഇമാം ഷാഫിഈയെയും അബു ഹനീഫയെയും കവച്ചു വെക്കുന്ന സ്ഥാനമാണ് ഇബ്നു തൈമിയ്യക്ക് പൂർവികരായ പണ്ഡിതന്മാർ കൽപ്പിക്കുന്നത്. പ്രഗത്ഭനായ ചിന്തകൻ, നിപുണനായ ഗ്രന്ഥകാരൻ, ഉജ്ജ്വലനായ വാഗ്മി, അഗാധതയിലേക്ക് ആണ്ടിറങ്ങിയ ഗവേഷകൻ, പൂർവികരുടെ വിജ്ഞാനങ്ങൾ മുഴുവൻ സമാഹരിച്ച സർവ്വവിജ്ഞാന കോശം എന്നീ നിലകളിലെല്ലാം പ്രസിദ്ധി നേടിയ ഇബ്നു തൈമിയ്യ പേന കൊണ്ടെന്ന പോലെ വാളുകൊണ്ടും ശത്രുക്കളുമായി പടപൊരുതിയ ധീരയോദ്ധാവായിരുന്നു. 17 അങ്ങനെ തുടങ്ങി അദ്ദേഹത്തിന് മഹത്വം പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ തുടക്കം എന്താണ്? ചിന്താപരമായ മറവിപ്പും ഖുർആനും ഹദീസും വിട്ട് ഫിഖ് ഗ്രന്ഥങ്ങൾ ആശ്രയിക്കുന്ന സമ്പ്രദായം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രസ്ഥാനം തുടക്കം കുറിച്ചത്. അതിന്റെ തുടക്കക്കാരനാണ് ആര്? ഇബ്നു തൈമിയ്യ എന്നു ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് ആമുഖം എന്ന പുസ്തകത്തിന്റെ 9-ാം പേജ് 9-10 പേജുകളിൽ മുജാഹിദ് സെന്റർ ഔദ്യോഗികമായി ഇറക്കിയ, പിളരുന്നതിനൊക്കെ എത്രയോ മുമ്പ് ഇറക്കിയ പുസ്തകത്തിൽ വരെ പറയുന്നു. അതോടൊപ്പം സക്കരിയ സലാഹിന്റെ ക്ലിപ്പും കേട്ടു. മുസ്തഫാക്ക് എന്ത് പറയാനുണ്ടെന്ന് അറിയാൻ ഞങ്ങൾ താല്പര്യമുണ്ട്. അസ്സലാമു അലൈക്കും. ജസാക്കുമുല്ലാഹു ഖൈറ. മാഷാ അല്ലാഹ്. രണ്ട് ഉസ്താദുമാരും ഓട്ടോറിസ്റ്റാർ വൈകിയാണെന്നുണ്ടെങ്കിലും അത് കേൾപ്പിച്ചു. എല്ലാവരും കേട്ടില്ലേ സുഹൃത്തുക്കളെ? കേട്ടവരൊക്കെ ഒന്ന് എച്ചടിക്കുക. ഇത്തരം ക്ലിപ്പുകളൊക്കെ ഒന്ന് കരുതി വെക്കുക എല്ലാവരും. അത് സ്റ്റോക്ക് ചെയ്യാൻ കഴിയുന്നവരൊക്കെ ഒന്ന് സ്റ്റോക്ക് ചെയ്ത് വെക്കണം. അതൊന്ന് റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നവർ. ഇപ്പോ മുസ്തഫ കേൾക്കുന്നുണ്ടാ? മുസ്തഫന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാ? നിയാസ്, അബൂറഫ, അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട്. ഇതിനൊക്കെ പിന്നെ എം വടക്കേക്കാട് ഇപ്പോൾ നാട്ടിൽ നിന്ന് എത്തിയിട്ടുണ്ട്. ID ഇവിടെ കാണാനുണ്ട്, ജോലിയിലായിരിക്കും. കണ്ടോ? അപ്പൊ നേരത്തെ തന്നെ എന്തില്ല, മൂപ്പർക്ക് എന്താ പറയാ, ചങ്കടക്കുന്ന, തൊണ്ടയടക്കുന്ന അല്ലെങ്കിൽ നാവിറങ്ങുന്ന ചോദ്യമാണ് എന്ന് കണ്ടപ്പോൾ തന്നെ മൂപ്പര് ചോദ്യകർത്താക്കൾ ഇനി വേറെ ആർക്കെങ്കിലും മൈക്ക് കൊടുക്കുക എന്ന് ഇവിടെ അടിച്ചിരുന്നു. മനസ്സിലായില്ലേ? എന്താണ്? ഒച്ചടാതെ പറഞ്ഞോളൂന്നോ? അല്ല, ഈ ഉണ്ടാവും, ശബ്ദം ഉണ്ടാവും. എനിക്കെല്ലാവരും കേൾക്കണമല്ലോ. കേൾക്കണം എന്നുള്ള ആൾക്കാളാണ് ഞാൻ പറയുന്നത്. പൊതുവേ എനിക്ക് ശബ്ദം കൂടുതലാണ്. പിന്നെ എൻ്റെ PC-യും നെറ്റും ഒക്കെ അങ്ങനെ തന്നെയാണ്. അതിപ്പോൾ നിങ്ങൾക്കായിട്ട് ശബ്ദം കുറക്കാൻ കഴിയില്ല. അപ്പം മറ്റുള്ളവർക്ക് കേൾക്കാതാവും. അല്ലേ സുഹൃത്തുക്കളെ? അല്ല, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ഞാനെപ്പോഴും ശബ്ദം ഉണ്ടാവും. എൻ്റെ നെറ്റും അങ്ങനെ തന്നെയാണ്. വലിയൊരു കുഴപ്പമില്ലാതെ ഇങ്ങനെ പോണ കൂട്ടത്തിലാണ്. അപ്പം അതിപ്പോൾ ശബ്ദം കുറക്കാനൊന്നും സാധ്യമല്ല. എല്ലാവരും കേട്ടോട്ടെ. മുസ്തഫ ശബ്ദത്തിൽ തന്നെ കേട്ടോട്ടെ. നിങ്ങൾക്ക് എന്താ ഒരു ബേജാറ്? ഇപ്പൊ നിങ്ങൾ പറഞ്ഞതിന് വിരുദ്ധമാണ് കാര്യം എന്നുള്ളത് കേട്ടവർക്കൊക്കെ ബോധ്യപ്പെട്ടു. മനസ്സിലായില്ലേ? എന്താണ് ഇവരുടെ ഈ ചിന്താധാര തുടക്കം കുറിച്ചത് ആരാണെന്നാ പറഞ്ഞത് സുഹൃത്തുക്കളെ? ഇവരുടെ ഈ പുതിയ ചിന്താധാര തുടക്കം കുറിച്ചത് ആരാണ്? ശ്രോതാക്കളോടാ ചോദിക്കണത്. ആരാണെന്നാ പറഞ്ഞത്? ഇബ്നു തൈമിയ്യാണ്. കണ്ടോ? അത് അവരുടെ KNM, കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന കേരളത്തിലെ വഹാബി പ്രസ്ഥാനം പല കക്ഷികളായി പിരിയുന്നതിന് മുമ്പേ അവർ പ്രസിദ്ധീകരിച്ച അവരുടെ ഔദ്യോഗിക ബുക്ക്, ഇസ്ലാഹി പ്രസ്ഥാനം ചരിത്രത്തിന് ഒരു ആമുഖമെന്നോ, ആ പുസ്തകത്തിലാണ് ഇബ്നു തൈമിയ്യാണ് ഇതിന് തുടക്കം കുറിച്ചത് എന്ന് എഴുതിയിട്ടുള്ളത്. ഇത് അതിന് മാത്രമല്ല ഗൾഫിലുള്ള സലഫികൾ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളിലൊക്കെ ഉണ്ടത്. എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇതിന്റെ തുടക്കം അവിടെ നിന്നാണ്. എവിടുന്ന്? ഇബ്നു തൈമിയ്യ.
അതിപ്പോ സക്കരിയ സലാഹി പ്രസംഗിക്കുന്നതും നിങ്ങളെല്ലാരും കേട്ടില്ലേ? കേട്ടവരൊന്ന് വെച്ചടിച്ചാൽ മതി. സക്കരിയ സലാഹി പ്രസംഗിക്കുന്നതും കേട്ടില്ല നിങ്ങളെല്ലാരും. അപ്പൊ ഇവര് സലഫികൾ എന്ന് പറയുന്ന ആടാ, അത് അവിടെ മുതലാണ്, അത് മുതലാണ് സലഫി പണ്ഡിതന്മാർ. കണ്ടോ, അതാണ് ഇവര് പറഞ്ഞ സലഫി എന്ന് പറഞ്ഞത്. ഇയാളാണെങ്കിലോ 8-ാം നൂറ്റാണ്ടിൽ മരണപ്പെട്ട മനുഷ്യനാണ് ഇയാള്. മനസ്സിലായോ? ആര്? ഈ ഇബ്നു തൈമിയ്യ എന്ന് പറഞ്ഞ ആള്. റസൂലുള്ളാഹിന്റെ കാലത്തുള്ള ആളല്ല, സ്വഹാബികളെ കൂട്ടത്തിൽപ്പെട്ട ആളൊന്നുമല്ല. എന്നാ താബികളിൽപ്പെട്ട ആളാണോ? അല്ല. താബികളിൽപ്പെട്ട ആണോ? ഇല്ല. പിന്നെ അടുത്ത നൂറ്റാണ്ടിൽപ്പെട്ട ആളാണോ? ഇല്ല. ഉത്തമ നൂറ്റാണ്ടിൽപ്പെട്ട 3 നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ അതിന്റെ അടുത്ത നൂറ്റാണ്ടിലോ ആണോ? ഇല്ല. പിന്നെയോ അയാൾ വഫാത്തായത്, അയാൾ മരണപ്പെട്ടത് ഇതാ ഇവിടെ ഉസ്താദ് അടിച്ചിക്കണ് ഹിജറ 728 എന്ന് പറഞ്ഞാൽ 700 കൊല്ലം കഴിഞ്ഞു. 8-ാം നൂറ്റാണ്ട്, ഹിജറ 8-ാം നൂറ്റാണ്ടിൽ മരണപ്പെട്ട കക്ഷിയാണ് ആര്? ഇവരീ പറഞ്ഞ ഈ സലഫി എന്നാണ് അങ്ങേ തല എന്ന് പറഞ്ഞത്. മനസ്സിലായ സുഹൃത്തുക്കളെ? മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ട് അവിടുന്ന് 800 കൊല്ലം കഴിഞ്ഞിട്ട് 700 കൊല്ലം കഴിഞ്ഞ് ജനിച്ച് പിന്നെ അതെ 7-ാം നൂറ്റാണ്ടിൽ ജനിച്ച് 8-ാം നൂറ്റാണ്ടില് മരണപ്പെട്ടു പോയ വ്യക്തിയാണ് ഇവരുടെ അങ്ങേ തല. അയാളുടെ പിഴച്ച ആശയങ്ങൾ അയാളുടെ ശിഷ്യനായിരുന്ന ഇബ്നുൽ ഖയ്യിം എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അയാളാണ് അത് പ്രചരിപ്പിച്ചത്, അല്ലെങ്കിൽ അതിനുവേണ്ടി ഗ്രന്ഥരചന ധാരാളമായിട്ട് നടത്തിയത്. അങ്ങനെ അയാളുടെ ആ പുസ്തകങ്ങൾ പിൽക്കാലത്ത് വായിച്ച് അതിൽ നിന്ന് ആശയം ഉൾക്കൊണ്ടാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന കക്ഷി ഈ ആശയം പ്രചരിപ്പിക്കുന്നത്. പ്രചരിപ്പിച്ച രീതിയും കാര്യമൊന്നും ഇപ്പൊ ഞാൻ പറയണില്ല. അതിന്റെ ആവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. മനസ്സിലായില്ലേ? പാലൂട്ടിയ കൈകൾക്ക് തന്നെ ഇപ്പോൾ കൊത്തുന്ന വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അത് വളർത്തിയവർ, ഈ വിഷപ്പാമ്പിനെ വളർത്തിയവർ. മനസ്സിലായില്ലേ? അതെ, നന്നായിട്ട് കടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ. മനസ്സിലായില്ലേ? അതിന്റെ ചരിത്രത്തിലേക്കൊന്നും ഇപ്പൊ ഞാൻ ഇറങ്ങണില്ല, നമ്മൾ പോണില്ല. പിന്നെ അപ്പൊ ചുരുക്കത്തിൽ മുസ്തഫ പറഞ്ഞത് മുജാഹിദുകൾക്ക് അങ്ങേ തല ഇബ്നു തൈമിയ്യ അല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് പറഞ്ഞത് ശരിയല്ല. സത്യം അത് ഇബ്നു തൈമിയ്യയാണ് എന്ന് അവരുടെ ആധികാരിക പുസ്തകത്തിൽ മുജാഹിദുകൾ ആധികാരികമായി തന്നെ അച്ചടിച്ച് പുറത്തിറക്കിയ പുസ്തകത്തിൽ അവർ എഴുതിയിട്ടുണ്ട്. അവരുടെ പണ്ഡിതന്മാർ പ്രസംഗിച്ചതും നമ്മൾ കേൾപ്പിച്ചിട്ടുണ്ട്. ഇത് കേട്ടില്ല എല്ലാവരും? ഇതിനെക്കുറിച്ച് ഇത് ശരിയല്ല, അപ്പറഞ്ഞത് ശരിയല്ല എന്ന അഭിപ്രായം മുസ്തഫാക്കുണ്ടെങ്കിൽ മൈക്കെടുക്കാം, പറയാം. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട ചോദ്യം അവിടെ അവശേഷിക്കുകയും ചെയ്യുന്നു. എന്താണത്? മുസ്തഫ പറഞ്ഞു കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ളത് ചോദിച്ചാൽ അത് ശിർക്കാണ് എന്നാണ്. അതാണ് ഞങ്ങൾ ആശയം. അത് ശരിയാണ്, നിങ്ങളെ ആശയം ആമാശയം ഒക്കെ അതായിക്കോട്ടെ, അത് ഞാൻ കുഴപ്പമില്ല. പക്ഷെ അത് മുസ്ലിം ലോകത്തിന് മുസ്ലിമീങ്ങൾക്ക് വേണ്ടാന്ന്. മനസ്സിലായില്ലേ? നിങ്ങൾ കൊണ്ട് നടന്ന് ഏറ്റി നടന്നോളൂ. കാരണം അത് മുസ്ലിം ലോകത്തിന് പരിചയമുള്ളതല്ല, സ്വഹാബത്തിന് പരിചയമുള്ള ആശയമല്ല, ഉത്തമ നൂറ്റാണ്ടിലുള്ള മഹാന്മാർക്കും അല്ലാത്തവർക്കും പരിചയമുള്ളതല്ല. കഴിഞ്ഞ കാലം ആയിരക്കണക്കിന് ഇമാമിങ്ങൾ ജീവിച്ച് മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഇവർക്ക് ആർക്കും പരിചയമുള്ളതല്ല. ഉണ്ടെങ്കിൽ മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ഏതെങ്കിലും ഒരു പണ്ഡിതൻ തന്റെ ഗ്രന്ഥത്തിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ളത് ചോദിച്ചാൽ അത് ശിർക്കാണ് എന്ന് രേഖപ്പെടുത്തിയത് കാണിച്ചു തന്നാൽ മുസ്തഫാക്ക് ഞാൻ ഓഫർ തരുന്നു, ഞാൻ നിങ്ങളെ കൂടെ മുജാഹിദാവാം. നിങ്ങളെ പ്രസ്ഥാനത്തിന്റെ വേണ്ടി വാദിക്കാൻ ഞാൻ റെഡി. തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ ആർക്കും വരാം, മൈക്കിൽ വരാം. ഇപ്പൊ അൻവർ അഹമ്മദ് ഉണ്ട്, വേറെയും ചില മുജാഹിദിന്റെ ആളുകൾ ഇപ്പൊ റൂമിലുണ്ട്, അവർക്കൊക്കെ മൈക്കിൽ വരാം.
എന്താണ്? കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ളത് ചോദിച്ചാൽ അത് ശിർക്കാണ് എന്ന ആശയം മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞതുണ്ടോ എന്നാ ചോദിച്ചത്. ഇല്ലെന്ന് വന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? മുസ്ലിം ലോകത്ത് പരിചയമില്ലാത്ത, ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ടുള്ള പണ്ഡിതന്മാരാരും തന്നെ പറഞ്ഞിട്ടില്ലാത്ത, ആർക്കും പരിചയമില്ലാത്ത പുതിയ ആശയമാണ് മുജാഹിദുകൾക്കുള്ളത്. അപ്പൊ പുത്തനാശയക്കാർ എന്നിവരെ കുറിച്ച് എല്ലാ നിലക്കും ഫിറ്റാണ് എന്നുള്ളത് ബോധ്യപ്പെട്ടില്ലേ സുഹൃത്തുക്കളെ? മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയുള്ളവരെ, ആളുകളെ, വിഭാഗത്തെ പുത്തനാശയക്കാർ എന്ന്, പുത്തൻ ആശയം കൊണ്ടുവന്നിട്ടുള്ളവർ എന്ന് സുന്നികൾ പറയുന്നത് ശരിയാണെന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ? ബോധ്യപ്പെട്ടവരൊന്ന് എസ് അടിച്ചാൽ മതി. വെറുതെ ഞാൻ പറഞ്ഞതുകൊണ്ട് എസ് അടിക്കണ്ട. ഇതൊരു പ്രധാന പോയിന്റാണ്. ഇത് എല്ലാ സാധാരണക്കാരും മനസ്സിലാക്കി വെക്കണം. കണ്ടങ്ങള് ഇവരുടെ പുതിയ ആശയം, ഇത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ആശയമല്ല, സ്വഹാബത്ത് മനസ്സിലാക്കിയ ആശയമല്ല, താബിയുകൾ മനസ്സിലാക്കിയ ആശയമല്ല, തബഴ് താബിയുകൾ മനസ്സിലാക്കിയ ആശയമല്ല, കഴിഞ്ഞ കാല നൂറ്റാണ്ടുകളിൽ ഒന്നും ജീവിച്ച് മരണപ്പെട്ടു പോയ ആയിരക്കണക്കിന് മഹാന്മാരായ ഇമാമിയങ്ങളുണ്ട്. അവരാരും മനസ്സിലാക്കിയ ആശയമല്ല, ആർക്കും പരിചയമില്ലാത്ത പുതിയ ആശയമാണ് വഹാബി പ്രസ്ഥാനം പ്രചരിപ്പിക്കുന്നത്, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം പ്രചരിപ്പിക്കുന്നത്. ഈ പുതിയ ആശയം വെച്ചുകൊണ്ടാണ് അല്ലല്ല പുത്തനാശയത്തിന്റെ അയലുകാർ നിങ്ങളാണെന്നല്ല ഇപ്പൊ ഞാനീ പറഞ്ഞത്. ഇപ്പൊ മസ്ബൂത്ത് ഇവിടെ അടിക്കുകയാണ്, പുത്തനാശയ എന്താണ് ആശയത്തിന്റെ ആൾക്കാർ നിങ്ങളാണെന്ന്. അല്ല, ഞങ്ങളല്ല, നിങ്ങളാണെന്നാ ഇപ്പൊ ഞാൻ ഈ പറയണത്. അതെല്ലാവർക്കും ബോധ്യപ്പെട്ടില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ പറയും, മസ്ബൂത്ത് പറയും, അല്ല ഞങ്ങൾ ഈ പറയുന്ന ആശയം ഇതാ ഇന്ന നൂറ്റാണ്ടിൽ ജീവിച്ച ഇന്ന പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഞങ്ങൾ പുതുതായിട്ട് പറഞ്ഞതല്ല എന്ന് പറയും. ഞങ്ങൾ പറയുന്നു, ഞാൻ തീർത്ത് പറയുന്നു, പുത്തൻ ആശയമാണ്, മുസ്ലിം ലോകത്തിന് പരിചയമില്ലാത്തതാണ്, മുസ്ലിം ഉമ്മത്തിനെ കാഫിറാക്കാൻ വേണ്ടിയിട്ട്, ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഈ പിഴച്ച പുത്തനാശയക്കാർ അവർ സ്വന്തം മെനഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതിവിടെ കൂടുതൽ ബോധ്യപ്പെടുകയാണ്. മുസ്തഫ വരുന്നേയില്ല, മുസ്തഫ ഇതിനെ കുറിച്ച് പ്രതികരിക്കുന്നേ ഇല്ല, മുസ്തഫ കൈവെക്കുന്നില്ല. മുസ്തഫ റൂമിലുണ്ട്. റേഡിയോ ശ്രോതാക്കൾ കരുതും എന്താ ഇപ്പൊ ഞാനിങ്ങനെ മൈക്കിൽ തുടരുന്ന്, ഈ ചോദ്യകർത്താവിന്റെ ശബ്ദമൊന്നും കേൾക്കണില്ലല്ലോ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചോദ്യകർത്താവ് മുസ്തഫ അനങ്ങുന്നില്ല. മുപ്പൊരു ടെസ്റ്റ് അടിച്ചിരുന്നു ഇവിടെ ഇങ്ങനെ, പക്ഷെ മൈക്കെടുക്കുന്നില്ല. മൈക്കെടുത്താൽ അത് പറയണം, ഇതാണ് പറയേണ്ടത്. ഇനി മസ്ബൂത്തിന് പറയാൻ പറ്റുമെങ്കിൽ മസ്ബൂത്ത് പറഞ്ഞോളൂ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ളത് ചോദിച്ചാൽ അത് ശിർക്കാണെന്ന് ഏത് പണ്ഡിതനാ പറഞ്ഞത്? അതാ എന്റെ ചോദ്യം. മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞോ? ഇനി അതും വേണ്ട, ഞാനൊരു പടി താഴെ ഓഫർ ഒന്നുകൂടി ഒരു പടി താഴേക്ക് ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു, ഇനി നിങ്ങളെ ആശയത്തിന്റെ അങ്ങേ തല എന്ന് നിങ്ങൾ പറഞ്ഞ ഇബ്നു തൈമിയ ഉണ്ടല്ലോ, ഇബ്നു തൈമിയെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അയാളെ ഗ്രന്ഥത്തിൽ എവിടെയെങ്കിലും ഉണ്ടോന്നാ ചോദ്യം. മസ്ബൂത്തിന് മൈക്കിൽ വരാം, ഞാൻ മൈക്ക് വിട്ടു. സക്കി ഉസ്താദ് മൈക്ക് എടുക്കും. അസ്സലാമു അലൈക്കും. ഉസ്താദ്, അത് ഉണ്ടാവില്ല എന്ന് ഉറപ്പല്ലേ? കാരണം ഈ മുസ്തഫാനെ പോലുള്ള ആളുകളെ ഇപ്പൊ അടുത്ത കാലത്തുള്ള ഈ മുജാഹിദിന്റെ മൗലവിമാര് പറ്റിച്ചു വിടുന്നതാണ്. അങ്ങേ തല ഇബ്നു തൈമിയയിലേക്ക് പോകണ്ട, കേരളത്തിലെ പോലെ തുടക്കം കുറിച്ച കെ മൗലിക്കിലേക്ക് വരെ അവർക്ക് എത്താൻ കഴിയില്ല. ഈ കാര്യകാരണ ബന്ധം പറഞ്ഞുകൊണ്ട്. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ കെ മൗലിയൊന്നും അൽവിലായത്തുൽ കറാമ എന്ന പുസ്തകത്തിൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ശിർക്കിന്റെ കണ്ട കോടാലിയായിരുന്ന മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിലെ മിമ്പറിൽ നിന്നുകൊണ്ടും ആയിരക്കണക്കിന് മൈൽ അപ്പുറത്തുള്ള നഹാബന്ദ് എന്ന സ്ഥലത്ത് യുദ്ധം ചെയ്യുന്ന മഹാനായ സാരി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച ആ സംഭവം വലിയ കറാമത്തായും കൊണ്ട് കെ മൗലവി പോലും അൽവിലായത്തുൽ കറാമ എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ കാര്യകാരണ ബന്ധമൊന്നും അവരെന്താക്കിയില്ല, പറഞ്ഞതില്ല.
എത്ര മൈല് ദൂരത്താണ് നഹാബന്ത് കിടക്കുന്നത്? നേരത്തെ മുസ്തഫ പറഞ്ഞത് അടുത്തെന്ന് ചോദിക്കുക, അടുത്ത് പറയാന്ന്. അതല്ല, ഇത് എത്ര മൈൽ അപ്പുറത്തായിരുന്നു നഹാബന്ത്. അവിടെയുള്ള സാരിയനെ നോക്കിക്കാണുകയും വിളിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ആ നിർദ്ദേശങ്ങൾ സാരിയെയും മറ്റു സഹചര അവരുടെ കൂടെയുള്ള ആളുകളും കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത സംഭവം മുജാഹിദുകളുടെ കേരളത്തിലെ നേതാക്കൾ തന്നെ പ്രസിദ്ധീകരിച്ച അൽ-വിലായത്തുൽ കറാമയിൽ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങേ തലയായ ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന് അൽ ഫുർഖാൻ ബൈന ഔലിയാ ശൈത്താൻ ഔലിയാ റഹ്മാൻ എന്ന ഗ്രന്ഥത്തിലും അൽ മുഅ്ജിസത്തുൽ കറാമത്തുൽ ഔലിയ എന്ന ഗ്രന്ഥത്തിലൊക്കെ വളരെ വ്യക്തമായി മഹാനായ ഉമർ ഖത്താബിന്റെ കറാമത്തായി കൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. ഈ കാര്യകാരണ ബന്ധമൊക്കെ അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ ചരിത്രമൊന്നും അവരെന്താക്കില്ല, ഉദ്ധരിക്കുകയില്ല. ഇനി അവർ കണ്ടാൽ തന്നെ ഇത് അസ്വീകാര്യമാണ്, ദുർബലമാണെന്ന് പറഞ്ഞ് തള്ളുകയാണ് അവർ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ അവരൊക്കെ മഹാനായ ഉമർ ഖത്താബിന്റെ കറാമത്തായി മഹത്വവൽക്കരിച്ചുകൊണ്ടാണ് അവരുടെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുസ്തഫാനെ ഏതോ പാവം ഇപ്പൊ അടുത്തുള്ള മൗലവിമാർ പറഞ്ഞ് പറ്റിച്ചതാണ്. അതുകൊണ്ടാണ് മുസ്തഫ ഇപ്പോൾ എന്താണ് മൈക്കിലേക്ക് വരാത്തത് നമ്മൾ മനസ്സിലാക്കുകയാണ്. കാരണം പുസ്തകങ്ങൾ വായിച്ചത് ഏതോ മൗലവി നമ്മുടെ എന്താണ് ദുർവ്യാഖ്യാനം പബ്ലിക്കേഷന്റെ ബുക്കൊക്കെ വായിച്ചതായിരിക്കുവേ. അങ്ങനെയല്ലേ, എന്താണ് ഷാഫി ചങ്കീകരിയ ആ പുസ്തകങ്ങളൊക്കെ വായിച്ചതായിരിക്കും. അല്ലാതെ പൂർവികരുടെ വിഷയങ്ങളോ ഇബ്നു തൈമിയ്യയിലേക്ക് വരെ എത്തൂല കാര്യകാരണ ബന്ധം. അതുണ്ടായിരുന്നെങ്കിൽ ഈ ചരിത്രമൊന്നും അവർ പറയാൻ പാടില്ല. കാരണം അവിടെ ഒരു കാര്യകാരണ ബന്ധം ഇവർ പറഞ്ഞ എന്തെങ്കിലും അവിടെ ഉണ്ടോ? ഇല്ല. മഹാന്മാരായ ഔലിയാക്കളുടെ ഉമറുല്ലാഹിന്റെ കറാമത്ത് അവിടെ സ്ഥിരപ്പെടുകയാണ് ചെയ്തത്. ഈ മുസ്തഫ പറഞ്ഞ കാര്യകാരണ ബന്ധമൊന്നും അവിടെ ഒരിക്കലും അവർക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ മുസ്തഫാനെ പോലത്തെ ആളുകൾ അവരുടെ ചങ്കലീനെ പോലുള്ള ആളുകളെ ആ ദുർവ്യാഖ്യാന പബ്ലിക്കേഷനിൽ കുടുങ്ങി ചോദിക്കാൻ വരുന്നതാണ്. ഇൻഷാ അല്ലാഹ് സത്യം മനസ്സിലാക്കുമെന്ന് നമ്മൾ പ്രത്യാശിക്കാം. അള്ളാഹു ഹിദായത്ത് നൽകട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യുകയും ചെയ്യാം. മഹാന്മാരുടെ ഹക്ക് ബറക്കത്ത് കൊണ്ട് ഇവരൊക്കെ അള്ളാഹു നന്നാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.